സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കഷ്ടതകളും ദൈവം അനുവദിക്കുന്നതാണ്. നമ്മുടെ തലയിൽ ഒരു തലമുടി താഴെ വീഴണമെങ്കിൽ കർത്താവ് അറിയണം. എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, കഷ്ടതയില്ലാത്തൊരു ജീവിതം ക്രിസ്ത്യാനിക്കില്ല. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും കഷ്ടതയെക്കുറിച്ചുള്ളത് നമുക്ക് തെറ്റായ കുറെ കാഴ്ചപ്പാടുകളുണ്ട്. ഹല്ലേലൂയ. കഷ്ടത എന്ന് പറയുമ്പോഴേ നമ്മുടെ വിചാരം എന്തോ തെറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷയാണ്. ഹല്ലേലൂയ. പക്ഷെ ഞാന് ഈ കഷ്ടതകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും വചനം ഇങ്ങനെ പഠിക്കുമ്പം ഞാൻ അതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ കുറെ ആഴമായിട്ട് ഞാൻ കാണും. കാരണം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് വോയിസ് ഇട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ അതേ ദിവസങ്ങൾ അതുകൊണ്ട് പഠിക്കുക. ഞാൻ എന്റെ ജീവിത അനുഭവത്തിൽ നിന്നും എന്റെ കുടുംബത്തിന്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഇതിന് ഇങ്ങനെ തിരിച്ചു ചിന്തിച്ചു. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എന്നെ ഈ ദിവസങ്ങളിൽ ദൈവാത്മ പഠിപ്പിച്ച 2 പോയിന്റ് ഞാൻ പറയാം. എല്ലാ കഷ്ടതകളും ദൈവത്തിന് ഒരു ഡിഫറൻസ് ഉണ്ട്. എല്ലാ കഷ്ടതയും ഒരുപോലല്ല. ഏറ്റവും കൂടുതൽ ഞാൻ ദൈവസന്നിധി പഠിച്ചപ്പോൾ എന്നെ ദൈവം പഠിപ്പിച്ചതും എന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചതുമായ ഒന്നാമത്തെ പോയിന്റ്, ദൈവത്തിൽ നിന്നുള്ള കഷ്ടതയുടെ പ്രത്യേകത, ആ കഷ്ടത ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയേണ്ടതിനാണ്. ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയേണ്ടതിനാണ്. പ്രിയ സിസ്റ്റർ പാട്ട് ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ തന്നെ സിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുമ്പോൾ ആ പൊന്നിനെ തീക്കകത്തോട്ട് ഇടുമ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട് ആ തീക്കകത്ത് കിടക്കാൻ. അതിനു മുമ്പ് എന്തൊക്കെ നമ്മൾ പറഞ്ഞ പൊന്ന് അയ്യോ പൊള്ളുന്നേന്നോ, പൊന്നിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു, നമ്മൾ ആ പൊന്നായിട്ട് കിടക്കുവാണെങ്കിൽ അയ്യോ പൊള്ളുന്നേ, എന്നെ എടുക്കുമോ മതിയേ ഞാൻ പറഞ്ഞാലും ഈ തട്ടാൻ ഒരു പ്രശ്നമുണ്ട്. തട്ടാൻ ആ പൊന്നിട്ടിട്ട് അതായത് ആ പൊന്നകത്ത് കിടന്ന് വേകുന്നത് അല്ലെങ്കിൽ അതിന്റെ രൂപം മാറുന്നത്, വരുന്ന ചേഞ്ച് എല്ലാം ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. ഇട്ടിട്ട് പോകത്തില്ല തട്ടാൻ അവിടെ തന്നെ ഇരിക്കും. ചായ കുടിക്കാൻ പോകത്തില്ല. അവിടെ ഉണ്ട്, അതിന്റെ മുമ്പിലുണ്ട്. നമ്മൾ ആ പൊന്നിന്റെ സ്ഥാനത്ത് നമ്മളും തട്ടാന്റെ സ്ഥാനത്ത് കർത്താവിനെ ഒന്ന് നോക്കിയാൽ, നമ്മൾ കഷ്ടതയിൽ പോകുമ്പോൾ മോളിൽ ഇരുന്ന ഒരാൾ കണ്ടിന്യൂസ് കണ്ണെടുക്കാതെ ഈ കഷ്ടതയെ കിടക്കുന്ന നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് എന്താ നോക്കുന്നറിയാമോ? കർത്താവ് അലൗ ചെയ്യുക ഈ കഷ്ടത. അപ്പൊ ഞാൻ പലപ്പോഴും ഈ വാക്യം അല്ലെങ്കിൽ തട്ടാനെ പോലെ നമ്മുടെ കർത്താവ് ഒരു തട്ടാനാന്നും നമ്മൾ പൊന്നാന്നും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ. ഞാൻ ഓർത്ത്, കർത്താവ് ഏത് അപ്പനാ സ്വന്തം കുഞ്ഞിനെ വേദനിക്കാൻ വിടുന്നത്? എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ദൈവത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഇത് സ്നേഹത്തിന്റെ ലക്ഷണമൊന്നുമല്ല, ഞാൻ അനുവദിക്കുമോ ഇപ്പൊ മറ്റൊരാൾ വേദനിക്കപ്പെടാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതൊക്കെ എന്റെ വിവാഹത്തിന് മുമ്പാട്ടോ. വിവാഹമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളായപ്പോ ദൈവം ആ ക്വസ്റ്റ്യൻ മറന്നില്ലായിരുന്നു. ദൈവം പറഞ്ഞു, പണ്ട് ചോദിച്ച ചോദ്യത്തിന് ചുമ്മാ തിയറി പറഞ്ഞാൽ ചിലപ്പോൾ നിനക്കത് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു ലെസൺ പറഞ്ഞു തരാം. അപ്പൊ എന്റെ മൂത്ത മോള് അവർക്ക് 1 വയസ്സാവുന്ന സമയത്ത് അവർക്ക് ഒരു വാക്സിൻ ഉണ്ടായിരുന്നു, വാക്സിനേഷൻ. ഒരു ദിവസം രാവിലെ വാക്സിന്റെ ഡേറ്റ് ഒക്കെ കിട്ടി. ഞാൻ മോളെ രാവിലെ കുളിപ്പിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച് നമ്മൾ പറഞ്ഞാൽ ക്രീമൊക്കെ പെരട്ടി നല്ല മിടുക്കി കുട്ടിയായിട്ട് ഒരുക്കി ഞാൻ ഡ്രൈവ് ചെയ്ത് ക്ലിനിക്കിൽ പോവാം. ഡോക്ടറെ കണ്ട് ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഓക്കെ വാക്സിൻ നമുക്ക് എടുക്കാം. വാക്സിൻ ഒക്കെ ലോഡ് ചെയ്തു. അപ്പം അവിടെ എന്നോട് പറഞ്ഞു കൂടെ ഇരിക്കണോന്ന് പറഞ്ഞു, കൂടെ നിൽക്കണം. അപ്പൊ ഞാൻ കുഞ്ഞിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ കാലയെ പിടിച്ചേക്കുക, ഡോക്ടർ കുത്താൻ വേണ്ടി ഇങ്ങനെ റെഡിയാവും. അപ്പൊ എന്റെ കുഞ്ഞ് എന്നെ ദയനീയമായിട്ടൊരു നോട്ടം നോക്കി. അവൾക്ക് അറിയാൻ തുടങ്ങി ഓൾറെഡി, അവൾക്ക് മനസ്സിലായി കുത്ത് കിട്ടാനാണ്. അപ്പൊ അവൾ എന്നെ ദയനീയമായിട്ട് നോക്കും. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇപ്പൊ തീരും, മമ്മയുണ്ട് ഇവിടെ. അപ്പൊ കുത്ത് കിട്ടി, കൊച്ചുവാ വിട്ട് കരയുക, അയ്യോ ചങ്ക് പൊട്ടുക. ഞാൻ കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തുന്നു, തോളയിലിടുന്നു, ഉമ്മ കൊടുക്കുന്നു, മുട്ടായി മേടിച്ച് തരാമെന്ന് പറയുന്നു, ഐസ്ക്രീം തരാമെന്ന് പറയുന്നതൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുക. ആ നോട്ടം ഇങ്ങനെ നോക്കി പെട്ടെന്ന് അവൾ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല, 1 വയസ്സേ അവൾ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. അവൾ ഒരു വാക്ക് പറഞ്ഞ് എനിക്കിന്നും ഓർമ്മയുണ്ട്, മമ്മയല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതായത് ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഈ നമ്മളാണ് നമ്മുടെ കുഞ്ഞിനെ വാക്സിൻ എടുക്കാൻ ഡോക്ടറിന് അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മൾ അമ്മയാ, നമ്മുടെ കൊച്ചിന് കുത്തുകൊള്ളൂന്നറിയാം, വേദനയുണ്ടെന്നറിയാം, ഇതെല്ലാം അറിയാം, കൊച്ചു കരയൂന്നും അറിയാം, ഇഞ്ചക്ഷൻ വേദന ഉണ്ടെന്നറിയാം. പക്ഷെ രാവിലെ കുളിപ്പിച്ചൊരുക്കി കൊണ്ടങ്ങ് വിട്ടങ്ങ് കൊടുക്കുക. അപ്പൊ കൊച്ചു ചോദിക്കുക വന്നിരിക്കട്ടെ, മമ്മിക്ക് അറിയാനുള്ള വേദനയാണ്, പിന്നെ എന്തിനു അലാവ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, അമ്മ കൂടെ നിന്നു, നീ കുത്തുന്ന അറിയാം, വേദന ഉണ്ടെന്ന് അറിയാമെങ്കിലും മമ്മി അത് എന്തിനു അലാവ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു പ്രതിരോധ ശക്തി ഈ വാക്സിൻ കഴിയുമ്പോൾ കിട്ടും. ഇപ്പൊ നിനക്ക് അത് അറിയത്തില്ല, പക്ഷെ ഇനി വരാൻ പോകുന്ന ചില രോഗങ്ങളിൽ നിന്ന്
നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിരോധ ശക്തിയാണ് ഇപ്പോൾ ഉണ്ടായ ഈ വേദനയിൽ നിന്ന് നിനക്ക് കിട്ടിയത്. അപ്പം നമ്മുടെ കഷ്ടതകൾ ചിലത് പ്രതിരോധ ശക്തിയെ ഡെവലപ്പ് ചെയ്യുന്ന ചില കഷ്ടത. അതായത് ചില കഷ്ടതകൾ കഴിഞ്ഞ് നമ്മൾ പുറത്തു വരുമ്പോണ്ടല്ലോ നമുക്കൊരു ഭയങ്കര ഒരു ഉണർവും നമുക്ക് ചിലതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ബലമൊക്കെ ആ കഷ്ടത കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ കിട്ടും. പിന്നെ നമുക്കറിയാം എങ്ങനെ അതിനെ ഡീൽ ചെയ്യണമെന്ന് അറിയാം. അപ്പൊ ഒന്ന് പ്രതിരോധ ശക്തി. ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും എന്ത് വേണം? പ്രതിരോധ ശക്തി വേണം. പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടതിന് നമുക്ക് ആ പ്രതിരോധ ശക്തി ആവശ്യമാണ്. രണ്ടാമത്തെ കഷ്ടത നമ്മുടെ ജീവിതത്തിലെ അതിനകത്ത് തന്നെയുണ്ട്. ഏതാ? ഈ പൊന്നിനെ തീയിലേക്ക് ഇടുമ്പോഴുള്ള അവസ്ഥ. അതിനകത്ത് നടക്കുന്ന കാര്യം കീടങ്ങൾ പുറത്തു വരും. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധിയെ പുറത്തെടുക്കാനാ ചില കഷ്ടത അനുവദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പണ്ടത്തെയൊക്കെ ആൾക്കാർക്ക് അറിയാം, ഈ പിന്മാറ്റക്കാർ പോകുമ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് ദൈവം നിന്നെ പിടിച്ചോളും, ഇല്ലേ? നമ്മൾ ഉടനെ പറഞ്ഞു വിടുന്ന വാക്കാ. പിന്മാറ്റമല്ലേ. ഇപ്പൊ ബൈബിൾ വായന ഒന്നുമില്ല, നമ്മൾ പിള്ളേരെ ആണെങ്കിലും പേടിപ്പിക്കും. ഇപ്പൊ ബൈബിളൊന്നും വായിക്കണ്ട, നീ പോക്കോ, ദൈവം നിന്നെ പിടിച്ചോളും. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പിന്മാറ്റത്തിൽ പോയ ദൈവം എന്ത് ചെയ്യും? ഇട്ട് പിടിക്കും. പക്ഷെ നമ്മളത് പ്രസന്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നറിയോ? നമ്മളതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്? നീ അങ്ങോട്ട് പോ, ദൈവം പിടിക്കും എന്ന് വെച്ചാൽ എന്തോ ക്രൂരനായ ദൈവത്തെ പോലെ നമുക്ക് തോന്നുന്നത്. അങ്ങനാണോ? ഒരിക്കലും അല്ല. അതേ അപ്പനമ്മമാരായിരിക്കുന്നവരോട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്ത് വീണ്ടും 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 തെറ്റ് ചെയ്യുക, തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് വേദനപ്പെടും എന്നറിഞ്ഞാലും നമ്മൾ അവരെ ശകാരിക്കത്തില്ലേ? നമ്മളൊരു കൊച്ചടി കൊടുക്കത്തില്ലേ? അടി കൊച്ചിന് വേദനിക്കട്ടെ, തീർത്ത് കളയാമെന്നോർത്ത് കൊടുക്കുന്ന അടിയാണോ? അല്ല. അടിച്ചു കഴിഞ്ഞ് ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. ഞാൻ ഇന്നലെ ഒരു യാത്രയിൽ മീറ്റിങ്ങിന് വേണ്ടി യാത്ര ചെയ്തപ്പോൾ എന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന ഒരു ബ്രദറുണ്ട്. ബ്രദറും ബ്രദറിന്റെ ഫാമിലിയും എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. അപ്പൊ അദ്ദേഹത്തിന് ഒരു 2 വയസ്സുള്ള ഒരു മോളുണ്ട്. അപ്പം വണ്ടിയിൽ എന്തോ കുരുത്തക്കേട് കാണിച്ചപ്പോൾ ആ ബ്രദർ നമ്മൾ ഒരു ഞുള്ളു കൊടുത്തു. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നല്ലേ കുഞ്ഞൊരു ഞുള്ളു. ഈ കുഞ്ഞ് ഞുള്ളു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കണ്ട ഒരു കാര്യം, ഞുള്ളു കൊടുത്തു, കുഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു. വണ്ടി ഓടിക്കുക. പെട്ടെന്ന് ഞാൻ കാണുക, അദ്ദേഹം വണ്ടി ഒരു വശത്തോട്ട് ഒതുക്കിയിട്ട് കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ചു. അതിന് എന്നോട് പറഞ്ഞു, സോറി കേട്ടോ, ഒരു 5 മിനിറ്റ് മടിയിലെടുത്ത് വെക്കുന്നു, എവിടെ പപ്പ ഞുള്ളി ഒന്ന് കാണിച്ചെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അങ്ങ് ചങ്ക് പൊട്ടുക. തൊട്ടടുത്തുള്ള ഐസ്ക്രീം ഒരു ഷോപ്പിൽ കൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു. ഐസ്ക്രീമിന്റെ തണുപ്പ് കയ്യേ വെക്കുന്നു. കുഞ്ഞിന് വേദന എടുത്തു. പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് പറയും, മോളെ നോക്കിക്കേ, അപ്പൊ ഞുള്ളി ഇത് കറക്ഷന് വേണ്ടിയാ, കറക്റ്റ് ചെയ്യാനാ, തെറ്റ് ഇനി ആവർത്തിക്കരുത് നീ. പക്ഷെ അതിന്റെ അർത്ഥം അപ്പം സ്നേഹമില്ലാതല്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ അപ്പന്മാരെ നിർത്തുക. എന്റെ പപ്പ അങ്ങനെയായിരുന്നു. എന്റെ പപ്പ നല്ല അടി തരുന്ന അപ്പനായിരുന്നു. പക്ഷെ അടി തന്നിട്ട് ഞങ്ങൾ കിടന്ന് കരഞ്ഞ് ബഹളമൊക്കെ വെച്ച് ഫുഡൊന്നും കഴിക്കാതെ പോയി കിടക്കും. കിടന്നു കഴിയുമ്പോഴത്തേന് രാത്രി ഒരു 12 ആകുമ്പോൾ ഒരാൾ മുറി വരുന്ന കാണാം. എന്നിട്ടുണ്ടല്ലോ കാലയിൽ അടിച്ചിടത്ത് വന്ന് ഇങ്ങനെ തിരുമുന്നു, ഉമ്മ തരുന്നു. അപ്പൊ ഞാൻ ഓർക്കും, പിന്നെ ഇത് അടിക്കുന്നതിന് മുമ്പേ ചിന്തിക്കുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നല്ലോ, അടിച്ചിട്ട് എന്തിനാ ഈ ഉമ്മ തരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു അമ്മയായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, തെറ്റിന് ശിക്ഷ കൊടുക്കാൻ തോന്നും നമുക്ക്, ഇല്ലേ? തെറ്റിന് ശിക്ഷയുണ്ട്, കാരണം അത് ഇനി ആവർത്തിക്കാതിരിക്കാനാണ്. പക്ഷെ അത് എന്തിന് ദൈവം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പറയാം, മോളെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു ശുഭഭാവിയുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് നിരൂപിക്കുന്ന ഒരു നിരൂപണമുണ്ട്. അത് നടക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഈ പോക്കിന് നടക്കത്തില്ല. അതിന് എന്ത് ചെയ്യണം? ഒരു ചെറിയ അടി ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? തരും. ഈ പൊന്ന് തീ കിടക്കുമ്പോൾ നടക്കുന്ന രണ്ടാമത്തെ കാര്യം, നമ്മുടെ കീടങ്ങൾ പുറത്തു വരും. ചില കഷ്ടതയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴേ നമ്മൾ ശരിക്കും ആരാന്ന് അറിയത്തുള്ളൂ. ഓക്കെ, ഞാൻ അതിന് ഇപ്പോഴും പറഞ്ഞൊരു എക്സാമ്പിൾ, നമ്മുടെയൊക്കെ പേര് വിശ്വാസികളെന്നാണ്, വിശ്വാസം നമുക്കുണ്ടെന്നാ പറയുന്നത്. പക്ഷെ കഷ്ടത വരുമ്പോഴേ സത്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അറിയത്തുള്ളൂ. അതിനു മുമ്പ് സന്തോഷമുള്ളപ്പോൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും കയ്യടിക്കാനും പാട്ട് പാടാനും പ്രസംഗം കേൾക്കാനും ചർച്ചിൽ പോകാനും എന്തോ കുഴപ്പം, നമ്മൾ പോയിരിക്കും. പക്ഷെ കഷ്ടത വരുമ്പോ, കഴിഞ്ഞ ആഴ്ച ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്ക് എല്ലാം പരിചയമാവുന്നൊക്കെ പാട്ടൊക്കെ പാടും. അത് കഴിഞ്ഞ് പനിയോ ഒരു ജലദോഷമോ അല്ലെങ്കിൽ വേണ്ട ഒരു ചുമ വന്നാൽ മതി, കർത്താവേ എന്തിനാപ്പാ ഈ കഷ്ടത എനിക്ക് അനുവദിച്ചത്, ഇല്ലേ? നമുക്ക് പിന്നെ ചിലപ്പോ യൂതനിയും വേറെ വല്ല അസുഖമാണോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷെ കർത്താവ് പറയും, മോളെ, ചില കഷ്ടത നനയ്ക്കാത്ത സമയത്ത് വരുന്നത് ചില കീടങ്ങൾ പുറത്തെടുക്കാനാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ, പനി ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്ക് വരണമെന്നാ പറയുന്നല്ലേ? പനി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നാ? കുഞ്ഞുങ്ങളുടെ ബോഡി ഹെൽത്തി ആണെന്നാ. ഒരു പനിയും വരാത്ത പിള്ളേരുണ്ടോ? ചിലരുണ്ട്, ഒരു അസുഖമൊന്നുമില്ല. ഇപ്പൊ നമ്മൾക്ക് ഡോക്ടേഴ്സ് പറയും, പനി ഈ ഇടയ്ക്കൊന്നും വന്നില്ലേ, വൺസ് ഇൻ എ വൈലെങ്കിലും എന്ത് വരണം? പനി വരണം, അല്ലേ? നല്ലൊരു പനി വന്ന് പോകും, നല്ലത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ വർദ്ധിപ്പിക്കുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, കഷ്ടതകൾ ദൈവം അനുവദിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മളെ ചിലത് പഠിപ്പിക്കാൻ.
മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറയാം, മൂന്നാമതൊരു പോയിന്റ് കൊണ്ടുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മളെ കയറ്റാൻ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്ത്യ ജീവിതത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനാണ്, പിശാചിനോട് എതിർത്ത് നിൽക്കാനുള്ള ഒരു ബലം കിട്ടാൻ. 2, നമ്മളുടെ ഉള്ളിലെ കീടങ്ങളൊക്കെ പോകും. 3, കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ ഇറങ്ങാന്. ചിലരുണ്ട്, അറിയാം ചെയ്യണം, കർത്താവിന് വേണ്ടി, കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി നിൽക്കണം, പോകണം, ചെയ്യണം, കർത്താവിന്റെ വിളിയുള്ളവരാ, കർത്താവിന്റെ നിയോഗമുണ്ട്, കർത്താവ് മിനിസ്ട്രി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രവചനം കേട്ടിട്ടുള്ളവരൊക്കെയാണ്. പക്ഷെ എത്ര വന്നാലും നമ്മൾ നമ്മുടെ തീരുമാനത്തിലെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ കർത്താവിനറിയാം, ഇങ്ങനെ പോയാൽ ദൈവത്തോട് പറഞ്ഞ വാക്കൊന്നും നമ്മൾ പാലിക്കത്തില്ല. അപ്പൊ കർത്താവ് ചിലയിടത്തിട്ട് ഒരു പിടുത്തം അങ്ങ് പിടിക്കും. ആ പിടുത്തം നമുക്കൊരു റീസബ്മിഷന്റെ പിടുത്തമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് ഉണ്ടായത് അതൊരു റീസബ്മിഷന്റെ ദിവസമായിരുന്നു. ഞങ്ങളുടെ കുടുംബമായിട്ട്, ഞങ്ങളുടെ മിനിസ്ട്രിക്ക് ഒരു റീസബ്മിഷൻ ആയിരുന്നു. ആ കഷ്ടത വന്നതുകൊണ്ട് ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലേക്ക് എത്രത്തോളം ഞങ്ങൾ ഡെഡിക്കേറ്റഡ് ആവണം. ഞങ്ങളുടെ സമയം ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് ഉണ്ടായത് ഒരു സിംറ്റവും ഇല്ല. ജസ്റ്റ് പ്രാർത്ഥന കഴിഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റു, കയ്യിൽ നിന്ന് ഫോൺ താഴെ പോവാ. അപ്പം അതുവരെ സന്തോഷിച്ച് ചിരിച്ചു നടന്ന ആളുടെ മുഖത്തിന്റെ ഭാവം മാറുന്നു. ഒരു വശത്തോട്ട് കോടി പോകുന്നു, ഒരു വശം മൊത്തം തളർന്നു പോകുന്നു, ഇടത്തെ സൈഡ് മൊത്തം തളർന്നു പോയി, കൈ തളർന്നു, കാല് തളർന്നു, അനങ്ങുന്നില്ല. അവരവസ്ഥ നേർക്ക് നേരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭീകരത്വം ഉണ്ട്. അതുവരെ ഇരുന്ന ഫേസ് അല്ല, ജീവിതം കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു തോട്ടൽ. പക്ഷെ ആ കഷ്ടത ദൈവം അനുവദിച്ചത്. അന്ന് എന്നോട് ദൈവം നേരിട്ട് സംസാരിച്ചു. എന്റെ ദൈവശബ്ദം ഞാൻ കാതി കേൾക്കുക, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരുള്ളൂ. നീ അറിയാത്തത് എപ്പോഴും, ഞാൻ ആദ്യത്തെ ഭാഗം മാത്രമേ എപ്പോഴും പറയത്തുള്ളായിരുന്നു. കാണാപ്പടം പഠിച്ചതും അത് മാത്രമാണ്, എന്നെ വിളിച്ചപേക്ഷിക്കാൻ നിനക്ക് ഉത്തരം വരുള്ളൂ, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷെ 2ാമത്തെ ഭാഗം എനിക്ക് ആ വാക്യത്തിൽ ഏറ്റവും ഇഷ്ടം. നിനക്കറിയാത്തത്, മഹത്തമായത്, അഗോചരമായുള്ളത് ഞാൻ നിന്നെ അറിയിക്കും. എപ്പം? കഷ്ടതയില്. നമുക്കറിയാവുന്ന ഉത്തരവുണ്ട്. ഓക്കെ, നമുക്കറിയാം. നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളും നിങ്ങളെ തന്നെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങളെല്ലാം പ്രാർത്ഥനാ വിഷയമായിട്ടാണ് സൂമിൽ കയറിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനാ വിഷയത്തിന് നിങ്ങൾ ഓൾറെഡി ഒരു ഉത്തരവായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം രോഗികളാണെങ്കിൽ എനിക്ക് ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ, അതാണ് നിങ്ങളുടെ ആൻസർ. കുഞ്ഞുങ്ങളാണെങ്കിൽ പറയും, ഇന്ന എക്സാമിന് എനിക്ക് ഇത്ര ശതമാനം മാർക്ക് വേണം. വേറെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ജോലി ഇന്ന സ്ഥാപനത്തിൽ കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളവരാണെങ്കിൽ ഇത്ര ലക്ഷം രൂപ ഇത്ര ദിവസത്തിനുള്ളിൽ എന്റെ കയ്യിലൊന്നും ലഭിച്ചിരുന്നല്ല. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ അറിയാം. പക്ഷെ കർത്താവ് പറയാം, അങ്ങനെ ആൻസർ തരുന്നവനല്ല ഞാൻ, എനിക്കിഷ്ടം സർപ്രൈസ് തരാണ്. അന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ അപ്പ ശരിക്കും, നമ്മൾ വെറുതെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ വലിയ സംഭവമാണെന്ന് പറയത്തില്ലേ, ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയത് അപ്പോഴേ. കർത്താവ് പറയാ, എനിക്ക് അങ്ങനെ ആൻസർ തരുന്ന ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഓൾറെഡി ക്ലൂ ഉണ്ടെങ്കിൽ ആ ആൻസർ ഞാൻ തരത്തില്ല. എനിക്കിഷ്ടം നീ അറിയാത്തൊരു ആൻസർ തരാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് നമുക്ക് കിട്ടിയാ നമ്മൾ വാവ് എന്ന് പറയണം. വാവ്, ഇറ്റ്സ് എ സർപ്രൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ചിലരുടെ ടെസ്റ്റ് മണി നമ്മൾ ചെയ്യുന്ന പറയത്തില്ല, അയ്യോ അവര് തന്നെ പറയത്തില്ലേ, അയ്യോ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഉത്തരം അധികം തന്നു, അയ്യോ ഞാനിത് പ്രതീക്ഷിച്ചു പോലും ഇല്ല, ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. കേട്ടിട്ടുണ്ടോ? എന്റെ ജീവിതത്തിലെല്ലാം അങ്ങനത്തെ ഉത്തരങ്ങൾ അധികം തന്നിട്ടുള്ളത്. പ്രതീക്ഷിക്കാത്ത ഉത്തരം, പ്രതീക്ഷിച്ചു പോകുന്ന ഉത്തരം ഡിഫറെന്റും. എനിക്കിന്ന് പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് സ്ട്രോക്ക് കഴിഞ്ഞ് അന്ന് രാത്രി അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് സ്ട്രോക്ക് ആയിരിക്കല്ലേ, സ്ട്രോക്ക് ആയിരിക്കല്ലേ. ആദ്യത്തെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞത് സ്ട്രോക്ക് അല്ല. അയ്യോ എന്തൊരു സന്തോഷം, ഞാൻ ഉദ്ദേശിച്ച അതേ ഉത്തരം. പക്ഷെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ MRIയിൽ ഡോക്ടർ വന്നിട്ട് പറയാം, തെറ്റായിട്ടോ, സ്ട്രോക്ക് ആയിരുന്നു. അയ്യോ, അപ്പൊ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഉത്തരം. അപ്പൊ നമുക്ക് സങ്കടം തോന്നും. അപ്പൊ കർത്താവ് പറയാം, അല്ല മോളെ, ഞാൻ എക്സ്പെക്ട് ചെയ്ത ഉത്തരം സ്ട്രോക്ക് തന്നെ. കാരണം ആ സ്ട്രോക്ക് എന്നുള്ള പദം ഡോക്ടർ പറഞ്ഞാലേ നിന്റെ ഹസ്ബൻഡിന്റെ അകത്തൊരു ഇളക്കം വരത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഉത്തരം മനസ്സിലാവുന്നുണ്ടോ? ചിലരൊക്കെ ഇളകണമെങ്കിൽ അവർ ഇളകത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ചില ഹൃദയങ്ങളുണ്ട്. അവരെ ഇളക്കണമെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവരെ വലിച്ചിടണമെങ്കിൽ ദൈവം പറയുക, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെയല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരവുണ്ട്, അത് തന്നാലേ പറ്റത്തുള്ളൂ. അപ്പം ആ ഉത്തരം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് പൂർണ്ണമായ ഒരു ഡെഡിക്കേഷനിലേക്ക് വന്നു. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഒരു സെക്കൻഡ് മതി ജീവിതം മാറി മറിയാൻ. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് സൂമിൽ ഇരിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുമ്പോ തന്നെ, ഞാൻ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്കൊന്ന് 1.5 വർഷത്തിന് മുമ്പ് വന്നു, ഒരു സിസ്റ്റർ സൂം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി തല ഇറങ്ങി വീണു പുറകോട്ട്. പിന്നീട് ഞാൻ കേട്ടത് പുള്ളിക്കാരി ഭയങ്കര സീരിയസ് ആയിട്ട് ICU കിടന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഷോക്കായി. അതുവരെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നമ്മളൊക്കെ ഇരിക്കുന്ന പോലാ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഒരു സെക്കൻഡ് പെട്ടെന്ന് തല ഇറങ്ങി പുറകോട്ട് വീഴുക, കണ്ണിൽ ഇരുട്ട്. നിങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയിട്ടുണ്ട് അത്? നമ്മുടെ ജീവിതം ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ മാറി മറിയാൻ ഇത്ര നേരം മതി. പക്ഷെ ഇത്ര നേരത്തിനുള്ളിൽ നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്നു, ദൈവമേ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്. ദൈവം പറയാ, മോളെ ഞാൻ ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല,
എനിക്ക് മാത്രമേ നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം. ഇപ്പൊ ആ പ്രിയ സിസ്റ്റർ ടെസ്റ്റിമണി പറഞ്ഞില്ലേ, എന്റെ ചിന്ത മുഴുവൻ എന്റെ മക്കൾക്കാരാ, അല്ലെ? നമ്മളൊക്കെ, ഞാനും അമ്മയാ. അപ്പൊ എനിക്കറിയാം, എനിക്ക് പനി വന്നാൽ ഞാൻ ചിന്തിക്കും, അയ്യോ ഈ ആഴ്ച ഞാൻ എഴുന്നേറ്റില്ല, എന്റെ പിള്ളേർക്ക് ആർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അല്ലെ? വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന എല്ലാവരുടെ അവസ്ഥ അതാ, അല്ലെ? നമുക്ക് നാട്ടിലെ പോലെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ തന്നെ ഇത് ഡീൽ ചെയ്യണം. അപ്പൊ നമ്മുടെ ചിന്ത ഇങ്ങനെ, അയ്യോ എന്നെ ആര് നോക്കും, എന്റെ ഭാവി എന്താ, എന്റെ ഭർത്താവിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. കർത്താവ് മേളി എന്ന് പറയും, മക്കളെ എനിക്ക് നിങ്ങളെ കുറിച്ച് ചിന്തയില്ലെന്നാണോ വിചാരം? നിങ്ങൾ വയ്യാതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കഷ്ടത അലൗ ചെയ്യുമ്പോൾ ഒരു പരീക്ഷാ ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ. ഞാൻ എപ്പോഴും പറയും, ഒരു ദൈവവിശ്വാസിയുടെ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾ കേട്ട വചനം നിങ്ങളിൽ ഉണ്ടോ എന്ന് ദൈവം പരിശോധിക്കുന്ന സമയ കഷ്ടത. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എത്ര പേർക്ക് തലയിലോട്ട് കയറുന്നുണ്ട്, ഹൃദയത്തിനകത്തോട്ട് ഈ വചനം കയറുന്നുണ്ട്? നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുക, സൂമിലായിക്കോട്ടെ, ചർച്ചയിൽ ഇരുന്നോട്ടെ, ഒരു ദിവസം തന്നെ. ഇപ്പൊ തന്നെ സിസ്റ്റർ പറഞ്ഞില്ലേ, ജോലിയുടെ ഇടയ്ക്ക് യൂട്യൂബില് മെസ്സേജ് കേൾക്കുന്നു. ചിലരുണ്ട് കുക്ക് ചെയ്യാൻ രാവിലെ ചായ ഇടുമ്പോഴെ തൊട്ട് വൈകുന്നേരം ഡിന്നർ വരെ ഓരോ പ്രസംഗങ്ങളാണ്. ഒരു ദിവസം 3 പ്രസംഗം കുറഞ്ഞത് കേൾക്കുന്നുണ്ട്. ഈ പ്രസംഗം കേൾക്കുക, എല്ലാം കേൾക്കുക. ഈ കേൾക്കുന്ന പ്രസംഗം എല്ലാം ദൈവം ചോദിക്കുക, ഈ കേട്ട പ്രസംഗം എല്ലാം ശരിക്കും ഹൃദയത്തിലുണ്ടോ എന്ന് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന്റെ ഒരു പരീക്ഷ അങ്ങോട്ട് ഇടാൻ പോവാം. പരീക്ഷ എന്തിലാ? ഈ വർഷം കേട്ടത് മൊത്തം വിശ്വാസത്തെ കുറിച്ചാണ് കർത്താവ് പറയാം. എന്നാ ഞാൻ നിന്റെ വിശ്വാസം ഒന്ന് പരിശോധിക്കുക. അപ്പൊ ഒരു ടെസ്റ്റ് പേപ്പർ തന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനാ. ഘട്ടതയെ കിടക്കുക. അപ്പോഴാ വാ തുറന്ന് പറയുന്നത്, കർത്താവേ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രയും ഉപവസിച്ചിട്ടും, ഞാൻ ചർച്ചിലൊക്കെ പോയിട്ട് ഇത്ര ആക്റ്റീവ്, അങ്ങ് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത്? അപ്പോഴേ കർത്താവ് മനസ്സിലായി, എന്റെ മോളെ വിശ്വാസത്തെ കുറിച്ച് ഇത്രയും പ്രസംഗം കേട്ടിട്ടും വിശ്വാസം ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പൊ ടെസ്റ്റിൽ ഫെയിൽ ആവുക, മാർക്ക് വരിക. മനസ്സിലായോ? അടുത്തത് വിശ്വാസം പറയണം. ഞാൻ ഭയങ്കരമായിട്ട് വിശ്വാസം ഈ വർഷം പറയും. വാ തുറന്ന നെഗറ്റീവേ പറയത്തുള്ളൂ. എനിക്കറിയാം അല്ലേലും ഈ അസുഖം എന്നെ കൊണ്ട് അല്ലേലും എനിക്കറിയായിരുന്നു എനിക്ക് ഇങ്ങനെ വരത്തുള്ളൂ, അല്ലേലും എനിക്കറിയാം ഞാൻ ഇങ്ങനെയാ. ഇങ്ങനെ പറയുമ്പോ കർത്താവ് പറയും, അയ്യോ മുട്ട വരാൻ പോവാ, 0 ഇടാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? 0 ആയി, മാർക്ക് മൊത്തം 0 ആയി. കാരണം എന്താ? അപ്പൊ കർത്താവ് കഷ്ടതയുടെ ഇച്ചിരിയും കൂടെ തീവ്രത അങ്ങോട്ട് കൂട്ടും. എന്നിട്ട് വിശ്വാസം എന്ന മോളെ തിയറി ഓഫ് ഫെയിൽ പ്രാക്ടിക്കലി പഠിപ്പിക്കുകയും. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ഈ കഷ്ടതയില്. അപ്പൊ ഡോക്ടറും കൈവിട്ടു. അയ്യോ അപ്പോഴത്തേക്കും നമ്മുടെ പിടിവിട്ടു. അപ്പൊ ഡോക്ടർ പറയും, ഞാൻ നേരിട്ട് നിന്നെ പഠിപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? കേട്ടിട്ട് കാര്യമില്ല, സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് കാര്യം, നേരിട്ട് പഠിപ്പിക്കും. അപ്പൊ നമ്മൾ കർത്താവെ ഡോക്ടറും കൈവിട്ടു. അതുവരെ നമുക്ക് 50-50 ഡോക്ടറെങ്കിലും ചെയ്യുമായിരിക്കും. അപ്പൊ ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മൾ കർത്താവെ എനിക്ക് ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ, അപ്പാ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് ആ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെന്ന് വിചാരിക്കും, ഞാൻ ഈ മലയോട് നീങ്ങാൻ പറയുക. ഇങ്ങനെ നമ്മൾ പറയും. അപ്പൊ കർത്താവ് പറയാം, മോനെ നിനക്ക് ആ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാവരെയും കൂടെ നിന്നോട് നെഗറ്റീവ് പറയിപ്പിച്ചത്. ഇപ്പൊ നിനക്ക് മനസ്സിലായേ ഞാൻ മാത്രമേ ഉള്ളെന്ന്? മനസ്സിലായി കർത്താവ്. എന്നിട്ട് ആ കഷ്ടതയൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നമുക്കൊരു സാക്ഷിയുണ്ട്. എന്തുവാ? കർത്താവ് എനിക്ക് വേണ്ടി. പക്ഷെ ആ ജേർണിയിൽ നമ്മൾ വാതുകൊണ്ട് പറഞ്ഞതും ഹൃദയത്തിൽ ചിന്തിച്ചതുമായതൊക്കെ ആൻസർ ഷീറ്റ് എഴുതുക നമ്മൾ. ചിലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ എന്റെ ഈ കഷ്ടതയിൽ ദൈവം എന്നോട് സംസാരിക്കുന്നില്ല. സംസാരം, ദൈവം സംസാരിക്കാത്ത ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ടും റിപ്ലൈ കിട്ടാത്ത ആരെങ്കിലും കഷ്ടതയുടെ മുമ്പിൽ ഇതെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷാകാലത്ത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ ടീച്ചർമാരെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ തന്ന ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് അവരെന്ത് ചെയ്യും? മാറി നിൽക്കും. അവർക്ക് 300% എല്ലാത്തിന്റെ ആൻസർ ചെയ്യും. പക്ഷെ അവർ പറയുമോ? മിണ്ടുവോ നിങ്ങളോട്? ഇതുപോലെ കർത്താവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് മാറി നിൽക്കും. കർത്താവിന് അറിയണം ഇതെങ്ങനെയാ നിങ്ങൾ എഴുതാൻ പോകുന്നത് ഈ എക്സാം. കർത്താവ് ഉത്തരം പറഞ്ഞു തരത്തില്ല. കർത്താവിനെ അറിയണം, അതുകൊണ്ട് കർത്താവ് മിണ്ടാതിരിക്കും. അപ്പൊ കഷ്ടത 3 തരമാണ്. നമ്മുടെ കോളിങ്ങിലേക്ക് നമ്മളെ കയറ്റുന്നത് അടുത്ത കഷ്ടത എന്ന് വെച്ചാൽ, തുറന്ന് ഞാൻ പറയുക, നിങ്ങൾ എല്ലാവരും ഇത്രയും വ്യക്തികൾ ഈ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കോളിംഗ് ഉള്ളവരാ. നിങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശം ദൈവത്തിന് ചെയ്യണമെങ്കിൽ ആണ് നിങ്ങൾക്ക്. അപ്പൊ കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നടക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സറണ്ടറൻസ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കീഴടങ്ങണം. അപ്പം ഇന്ന് ഇത് പറയാൻ കാരണം തന്നെ പ്രിയ സിസ്റ്ററിന്റെ ആ വാക്കാം, പൊന്ന് പുറത്തു വരുത്തക്ക രീതിയിൽ കഷ്ടതയിൽ പുറത്തെടുക്കും. അപ്പം ഇന്ന് എനിക്ക് ദൈവം നിങ്ങളോട് പറയാൻ തന്ന ആലോചനയായിട്ട് അതിന് ഭയങ്കര ബന്ധമുണ്ട്. അപ്പൊ എനിക്കതൊരു കൺഫർമേഷൻ ആയിരുന്നു. അതിനാധാരമായിട്ട് ഞാൻ വചനം വായിക്കാം. ഇന്ന് എനിക്ക് ദൈവം തന്ന ആലോചന യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം
അതിന്റെ 7-8 വാക്യങ്ങൾ. അതിൽ 7-ാം വാക്യമാണ് മെയിൻ. ഞാനൊന്ന് വായിക്കാം. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ഹല്ലേലൂയ. എനിക്കറിയാം, നമ്മൾ ദൈവവിശ്വാസികളായ എല്ലാവർക്കും ഈ വചനം അറിയാവുന്നതാണ്. എന്തുവാ? ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ഈ കീഴടങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം പ്രാർത്ഥനയിൽ വന്നിട്ട്, അപ്പാ ഞാൻ കീഴടങ്ങുന്നു, ഇനി എനിക്ക് പിശാചിനോട് എതിർക്കാനുള്ള കൃപ തരണം. ഈ കീഴടങ്ങ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടി വിയിലെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പോലീസ് വന്ന് കള്ളന്മാരെ കീഴടക്കുന്ന കണ്ടിട്ടുണ്ടോ? തോക്ക് റിവോൾവർ ഇങ്ങനെ വെച്ചിട്ട് ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? കൈപൊക്കി നിശ്ചലരായി നിൽക്കും. അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതങ്ങ് സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്തിട്ട് പിന്നെ അവർ ചെയ്യുന്നതെല്ലാം ആ കമാൻഡറിന്റെ കമാൻഡ് അനുസരിച്ചാണ്. ബിക്കോസ് കീഴടങ്ങി, ഇല്ലേ? കീഴടങ്ങി കഴിഞ്ഞ് അവര് കൊണ്ടുപോകുന്നിടത്തോട്ട് പോകും, അവര് പറയുന്നത് പോലെ ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പോലീസ് പിടിച്ചപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ആ ചോയ്ക്ക് കീഴടങ്ങിയിരിക്കും. അപ്പം അവർക്ക് ആണ് ഉത്തരവാദിത്തം. ആരെക്കുറിച്ച്? ഈ കീഴടങ്ങിയ ആളെ കുറിച്ച്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാ നിങ്ങൾക്ക്, ഇല്ലേ? പുറത്തുനിന്ന് ആർക്കെങ്കിലും അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഞാൻ ചില സമയത്ത് ടി വിയിൽ ന്യൂസ് കാണുമ്പോൾ ഓർക്കും, ദൈവമേ, ഒരു കള്ളന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ കണ്ടിട്ടുണ്ടോ? അവൻ പുറത്തിരുന്നപ്പോ ഇത്രയും പ്രൊട്ടക്ഷൻ ഇല്ല, അല്ലേ? അവൻ പോകുന്ന വണ്ടി പോലും എന്നാ പ്രൊട്ടക്ഷനുള്ള വണ്ടിയെ കോടതിയിലൊക്കെ കൊണ്ടുവരുന്ന കാണണം. ഭയങ്കര പ്രൊട്ടക്ഷൻ. പുറത്തുനിന്ന് പോലീസിന് അടി കിട്ടിയാലും പോലീസ് പുള്ളിയെ പ്രൊട്ടക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനുഷികമായി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് കീഴടങ്ങാന്ന് പറഞ്ഞത്, ദൈവത്തിന് കീഴടങ്ങി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ നമ്മുടെ സംശയങ്ങളും നമ്മുടെ കുറവുകളും നമുക്ക് പറ്റത്തില്ലെന്നുള്ള നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവത്തിനൊന്ന് കീഴടക്കി കഴിഞ്ഞാൽ ദൈവം പറയാം, നീ പൂർണ്ണമായിട്ട് കീഴടങ്ങിയ നിന്റെ ഫുൾ പ്രൊട്ടക്ഷൻ ഞാൻ ഏറ്റെടുത്തേക്കാം. കാരണം ഇപ്പൊ നീ എന്റെ കയ്യിലായി കഴിഞ്ഞു, ബാക്കി ഞാൻ ചെയ്തോളാം. പക്ഷെ എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, പിശാചിനോട് എതിർത്ത് നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഭാഗം ശക്തമായിട്ട് കർത്താവ് എന്നോട് നിങ്ങളോട് പറയാൻ പറഞ്ഞു. പിശാചിനോട് എതിർത്ത് നിൽപ്പി, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ ദൈവത്തിന് കീഴടങ്ങണമെന്നുള്ള സത്യം അറിയാം, പക്ഷെ നേരെ തിരിച്ചാ നടക്കുന്നത്. ദൈവത്തിന് കീഴടങ്ങുന്നതിന് പകരം പിശാചിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയുന്നത് മനസ്സിലാക്കണേ. പിശാചിനോട് എതിർത്ത് നിൽക്കാനാ പറഞ്ഞത്. നമ്മൾ ആരോടാ എതിർത്ത് നിൽക്കുന്നത്? നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനോടാ നമ്മൾ പറ്റത്തില്ല എതിർത്ത് 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 നിൽക്കുന്നത്, അല്ലെ? പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കീഴടങ്ങി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പോകും. തിരിച്ചല്ല ഇപ്പൊ നടക്കുന്നത്. നമ്മുടെ ജഡത്തിന് പിശാചിനോട് എതിർക്കാൻ പറയുന്നതിനകത്ത് പിശാചിന്റെ ഇടയിൽ ഞാൻ 2 കാര്യങ്ങളോട് പറയാം. ലോകം, ജഡം, പിശാച്. നമ്മൾ ലോകത്തിന് എതിർത്ത് നിൽക്കുന്നില്ല. നമ്മൾ ആക്ച്വലി ലോകത്തോട് എതിർക്കുന്നില്ല, ജഡത്തോടും എതിർക്കുന്നില്ല, പിശാചിനോടും എതിർക്കുന്നില്ല. ഞാന് ഭയങ്കരമായിട്ട് ഈ വചനം ഡീപ്പായിട്ട് പഠിച്ച് പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞാൻ ഇപ്പൊ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വായിച്ചു വന്നപ്പോൾ വെളിപ്പാട് 2-3 അധ്യായത്തിലൊക്കെ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. പരിശുദ്ധാത്മാവിൽ പറയുക, ജയിക്കുന്നവന് ഞാൻ എന്ത് ചെയ്യും? പല അനുഭവങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സഭകൾക്ക് പറയുന്നതിനകത്ത് പല സഭയ്ക്ക് പല അനുഗ്രഹങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ജയിക്കുന്നവൻ ഞാൻ ഒരു പുതിയ പേര് കൊടുക്കും, ജയിക്കുന്നവൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും, ജയിക്കുന്നവന് അല്ല ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇങ്ങനെ ജയിക്കുന്നവന് ജയിക്കണം. അപ്പൊ ഞാൻ ആ ജയിക്കുന്നവൻ എന്നുള്ളിടത്ത് എല്ലാം അണ്ടർലൈൻ ചെയ്തു. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ പോയപ്പോൾ ദോസ് ഹു ഓവർകം, ജയിച്ചു വരണം, ഇവിടം വരെ എത്തണം, ദോസ് ഹു ഓവർകം. അപ്പം അന്നാണ് എനിക്കൊരു എന്റെ നമ്മൾ അകക്കണ്ണ് തുറക്ക എന്ന് പറയുന്ന പോലെ ഇന്നത്തെ ദൈവമക്കൾ ഇത് ശരിക്കും ചെവി തുറന്ന് കേൾക്കണേ. പിശാച് നമ്മളെ എന്ത് ചെയ്തേക്കുക? ഇപ്പൊ കീഴ്പ്പെടുത്തിയേക്കുക. നമുക്ക് അവനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. പിശാചിനെ ഓവർകം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേറെ 2 പേരെ ഓവർകം ചെയ്യണം. അതാണ് ലോകം, ജഡം, പിശാച്. ഈ വാക്യത്തിൽ പിശാച് എന്ന് പറയുമ്പോൾ
നിങ്ങൾ പറയാം, എന്റെ സിസ്റ്ററെ നമ്മൾ ആരാ ഇപ്പൊ പിശാചിനോട് എതിർത്ത് നിൽക്കണം? അയ്യോ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല സിസ്റ്ററെ. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ, നമ്മൾ പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതൽ പിശാചിന് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ശരിക്കും നിങ്ങൾ നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അറിയാൻ പറ്റും. ഒരു ദിവസം പോലും പെന്തക്കോസ്തുകാർ പിശാചിന്റെ പേര് പറയാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ? അവൻ എന്നെ സന്തോഷം എന്ന് പറയുമ്പോൾ ഇവരെപ്പോഴും എന്നെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. നമ്മൾ ദൈവത്തിന്റെ വചനം പറയുന്നതിനൊക്കെ കൂടുതൽ പറയുന്നത് പിശാചിന്റെ പോരാട്ടം, അവനാ ചെയ്ത്, ഇവനാ ചെയ്ത്, അവൻ അങ്ങനെ ചെയ്ത്, ഇവൻ ഇങ്ങനെ ചെയ്തു. പിശാചിന് ഇഷ്ടം അത് പറയുന്നത്. പകരം നമ്മൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയണം, നമ്മുടെ നാവിനെ ദൈവം തന്നേക്കുന്നത്. പക്ഷെ നമ്മൾ പിശാചിന് അഡ്വർടൈസ്മെന്റ് കൊടുത്തോണ്ടിരിക്കുക, അവൻ അതിനനുസരിച്ച് പ്രബലപ്പെടുക. പക്ഷെ പിശാചിനോട് ജയിക്കണം, ഇവിടെ പറയാം, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഞാൻ ആദ്യത്തെ ഈ 2 കാര്യത്തെ ജയിച്ചാൽ ഈ താഴത്തെ ലെവലിലേക്ക് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഈ നമ്മുടെ വചനത്തിൽ തന്നെ അതിനെക്കുറിച്ചൊരു ഉദാഹരണം ഞാൻ പറയും. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കാം. 1 യോഹന്നാൻ 2-ന്റെ 15, 16, 17. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കും, ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. എന്നിട്ട് പറയാ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും. മനസ്സിലായോ? അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിതാക്കന്മാരെ ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഞാനപ്പോ ഈ വചനം വായിച്ചപ്പം ഞാൻ തന്നെ അതിശയിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ പറയാൻ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതുണ്ടെങ്കിൽ നമ്മൾ എവിടെയുള്ളവരാണെന്നറിയോ? ലോകത്തിലുള്ളവരാ, പിതാവിൽ നിന്നുള്ളതല്ലെന്ന് അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അറിയാതെയാണെങ്കിലും നമ്മൾ ചിന്തിക്കും, ഓ, എനിക്ക് കൺമോഹം ഇല്ല, എനിക്ക് ജഡമോഹം ഇല്ല, എനിക്ക് ജീവനത്തിന്റെ പ്രതാപമില്ല. എനിക്കറിയില്ല, ഇത് പരിശുദ്ധാത്മ ഇവിടെ പറയാൻ പറഞ്ഞ് ദൂതയിപ്പിച്ചത് ഞാൻ പറയുവാണേ. എന്റെ അനുഭവത്തിൽ എനിക്ക് ഈ വാക്യത്തിന്റെ അർത്ഥം അറിയില്ലായിരുന്നു. എന്താ ജഡമോഹം? ഉദാഹരണം പറയാം. എന്നെ ദൈവാത്മ പഠിപ്പിച്ചതും എന്നെ തിരുത്തിയതും ദൈവം നമ്മൾ പണിഷ്മെന്റ് തന്നു കൊണ്ടുവരിക എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പഠിപ്പിച്ചൊരു വാക്യം ഇത്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയുന്നു, നിങ്ങൾക്ക് ജഡമോഹം ഉണ്ടോ? നമ്മളൊക്കെ പറയും നമുക്ക് ജഡമോഹം ഇല്ലെന്ന്. എന്നാ ഞാൻ ഉദാഹരണം പറയാം. പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യും, നാളെ തൊട്ട് ഞാൻ 21 ദിവസം ഇരിക്കും, അല്ലെങ്കിൽ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ, കുറെ നാളെ ഫാസ്റ്റിംഗ്, നാളെ തൊട്ട് 3 ദിവസം ഞാൻ ഉപവാസമാണ്. ഈ ഉപവാസം ഡിക്ലെയർ ചെയ്യുമ്പോഴേ നമ്മുടെ ജഡത്തിന് അത് ഇഷ്ടമല്ല. കാരണം ഉപവാസം എന്ന് പറഞ്ഞൊരു യുദ്ധമാണ്, പിശാചിനെതിരെയുള്ള യുദ്ധമാണ്. ജഡം എഴുന്നേക്കാൻ തുടങ്ങും. അതുവരെ ഇല്ലാത്ത വിശപ്പായിരിക്കും ഉപവാസം പറയുന്ന ദിവസം. മനസ്സിലാവുന്നുണ്ടോ? 2 നല്ല മിടുക്കി പെൺപിള്ളാര് സൂമിൽ എന്റെ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, വിനീത, വിൻസൻ. എനിക്ക് ആ കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടം, കാരണം അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവരെ ദൂതൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അവർക്ക് സത്യമായി ചേച്ചി എന്ന് പറയും, നല്ല മക്കളെ, സത്യമാണ്. ഈ ഉപവാസം എടുക്കുക എന്ന് പറയുമ്പോ എന്ത് പറയും, ഭയങ്കര വിശപ്പാണ് നമുക്ക്. എനിക്കുണ്ടായിരുന്നു, ഞാൻ 10-ാം വയസ്സിൽ എന്റെ മമ്മി ആദ്യമായിട്ട് എന്നെ ഉപവാസം എടുക്കാൻ പഠിപ്പിക്കുന്നത്. അയ്യോ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അന്ന് വരെ ഇല്ലാത്ത വിശപ്പ ഉപവാസം ഡിക്ലെയർ ചെയ്യുമ്പോൾ. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ജയം എടുക്കണം കേട്ടോ. അതൊരു ഭയങ്കര പ്ലാൻ അഭിജാജിന്റെ. ഉപവാസം ഡിക്ലെയർ ചെയ്തു. എത്ര മണി വരെയാ? ഉച്ചയ്ക്ക് വരെ. ഉച്ചയ്ക്ക് വരെ നമ്മൾ ഉപവാസം എടുക്കും. ഉപവാസം എന്ന് പറഞ്ഞ ശരിക്കും എന്താ? ദൈവത്തോട് കൂടെ വസിക്കാന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ, ഞാൻ ഈ ഉപവാസത്തെ കുറിച്ച് അവരുടെ ചർച്ചയിൽ പഠിപ്പിച്ചപ്പോൾ ദേവദാസൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഒത്തിരി ഈ ഉപവാസത്തെ കുറിച്ച് ക്ലാസ് ഇഷ്ടപ്പെടും. അങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കും, ഞാൻ ഈ ഉപവാസത്തിന് കൊടുത്തൊരു ഡെഫിനേഷൻ അതൊന്ന് പറഞ്ഞു പറവാസം, പക്ഷെ ഞാനിത് കടമെടുത്ത് മറ്റുള്ള മീറ്റിംഗിൽ പറയുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പെർമിഷനോട് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ഞാൻ പറയാം. അദ്ദേഹം എന്നോട് പറഞ്ഞത്, 2 സ്നേഹമുള്ള വ്യക്തികൾ, ഭയങ്കര ഇഷ്ടമുള്ള 2 വ്യക്തികൾ, അവർ ഒരുമിച്ച് കണ്ടുമുട്ടി അവർ സംസാരിക്കാൻ തുടങ്ങി. അവർ സംസാരിച്ച് ഇങ്ങനെ സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് സംസാരിച്ച് കഴിക്കാൻ മറന്നുപോയി. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അതിനാ ഉപവാസം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ സത്യമാ, ശരിക്കും അതാ ഉപവാസം. പക്ഷെ നമ്മുടെ ഉപവാസം എങ്ങനെയാണെന്ന് ചിന്തിക്കണേ. രാവിലെ എഴുന്നേറ്റു, ഫാസ്റ്റിംഗ് പ്രയറാ വെള്ളിയാഴ്ച, അല്ലെ വെള്ളി, ശനി, ഞായർ, അല്ലെങ്കിൽ കരുതല. നിങ്ങളുടെ ഗൾഫ് രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ഇവിടത്തെ വെച്ച്, ഞങ്ങൾ നാട്ടിലെ വെച്ച് പറയാം, വെള്ളി, ശനി, ഞായർ ഉപവാസം. വീട്ടിൽ ഡിക്ലെയർ ചെയ്യും, നാളെ തൊട്ട് ഉപവാസം കേട്ടോ. ഉച്ച വരെ എല്ലാവരും ഉപവാസം ഇരുന്നോളാം, ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കത്തില്ല.
രാവിലെ വരെ ഒന്നും ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞ അമ്മ രാവിലെ തലേന്ന് രാത്രിയിലെ ഭയങ്കര കിച്ചണിൽ ഭയങ്കര ജോലി. അപ്പം നമ്മൾ നിൽക്കും, എന്തോ അമ്മേ എല്ലാം ഉണ്ടാക്കണ്ടേ, ഉപവാസം കഴിഞ്ഞ് കഴിക്കണ്ടേ. അപ്പം ഉപവാസം കഴിഞ്ഞ് കഴിക്കാനുള്ളതെല്ലാം ഫ്രിഡ്ജിൽ റെഡി ആക്കിയിട്ട് ഉപവാസത്തിന് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പൊ ഉണ്ടാക്കി വെക്കണ്ടേ സിസ്റ്ററെ? ഉണ്ടാക്കി വെക്കണം. ഞാൻ പറയുക, ഒരു ഉദാഹരണം പറയാ, ജഡത്തെ ജയിക്കുന്ന കാര്യം പറയുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫാസ്റ്റിംഗ് അല്ല, രാവിലെ എഴുന്നേറ്റ് മക്കള് ചോദിക്കുന്ന ചോദ്യം, അമ്മേ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് വരുമ്പോ കഴിക്കാൻ എന്തുവാ ഇന്ന്? അതോ ചോറും മീൻകറിയും തോരനോ? ആണല്ലേ, ആ ഓക്കെ, പുറത്തെടുത്ത് വെച്ചേക്കാം, വരുമ്പോഴേ പെട്ടെന്ന് ചൂടാക്കി കഴിക്കാന്. ചർച്ചിലൊക്കെ പോയിട്ട് വണ്ടിയൊക്കെ സ്പീഡിൽ തിരിച്ചു വന്ന ഉടനെ ഓടിപ്പോയി ചൂടാക്കി അമ്മയൊന്ന് വൈകും. ഇതെന്താ വൈകുന്നെ, പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്ത് വെക്കും. ഉപവാസം അല്ലായിരുന്നോ ഇത്രയും നേരം? മനസ്സിലായോ? ജഡത്തിന് അങ്ങോട്ട് പറ്റത്തില്ല, 1 മണിക്കൂർ നിൽക്കാൻ പറ്റത്തില്ല. ഓർത്തോ, ജഡമോഹ എന്നാന്ന് ഞാൻ പറയാം, റീസൺ പറയാം. ചിലപ്പോൾ അതുവരെ ഇഷ്ടമില്ലാത്ത കറിയായിരിക്കും, പക്ഷെ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ആ കറിക്ക് ഭയങ്കര രുചിയാ. ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ ആ കറിക്ക് ഭയങ്കര രുചിയാ. അല്ലേ മോളെ സ്നേഹ? സത്യം. കൊച്ചു ചിരിക്കുന്നുണ്ട്, സത്യം. എനിക്കുണ്ട് അനുഭവം. ഇഷ്ടമില്ലാത്ത കറിക്ക് എന്നാ രുചിയാന്നറിയാമോ? ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോഴേ ഉള്ളൂ. അപ്പൊ ഓർത്തോണം, പിശാചിന്റെ തന്ത്രത്തിൽ ഒരു തന്ത്രം എന്നറിയോ? ഈ നമ്മളെ ജഡം ജയിച്ചിട്ട് ദൈവത്തെ തോപ്പിക്കണം നമ്മൾ. നിങ്ങൾ അറിയാതെയെങ്കിലും ചിന്തിക്കും, അതിപ്പോ എല്ലാരും ചെയ്യുന്നല്ലേ സിസ്റ്ററെ, പക്ഷെ നമ്മൾ തോക്കുവാന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല. മനസ്സിലായി? എന്നെ ഈ ജഡമോഹത്തെ ജയിക്കാൻ പഠിപ്പിച്ച എന്റെ മമ്മിയാണ് കേട്ടോ. എന്റെ മമ്മി കാണിച്ചൊരു മാതൃക ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. മമ്മി പറഞ്ഞൊരു സാക്ഷ്യമാണ്, പക്ഷെ അത് എന്റെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്റെ മമ്മി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 18 വയസ്സുള്ളപ്പോഴാണ് സ്നാനപ്പെട്ടെ. ആ 18 വയസ്സുള്ളപ്പം സ്നാനപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് നാളുകള് മമ്മി വീട്ടിൽ നിൽക്കുമ്പം മമ്മിയുടെ ഏറ്റവും വലിയ നമ്മൾ പറയാം വീക്ക്നെസ് എന്ന് പറയത്തില്ലേ, ചിലർക്കൊക്കെ ചില ഫുഡ് വീക്ക്നെസ് ആണല്ലോ. ചില ഫുഡിൽ വീക്ക്നെസ്, മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് നല്ല കപ്പ വേവിച്ചതും ബീഫ് കറിയും. ഇപ്പൊ ആരും ഇപ്പൊ പറയാം ജഡത്തെ ജയിക്കണമെന്നാണ് ഞാൻ പറഞ്ഞ, കൊതിയൊന്നും വിട്ടേക്കില്ല. ഞാൻ പറയുക പ്ലീസ്, ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞ ഉടനെ ഭർത്താവിന് വിട്ട് കപ്പയും ബീഫും ഒന്നും മേടിച്ച് കഴിക്കില്ലേ. ഞാനിതൊരു ഉദാഹരണം പറയുക, മനസ്സിലായോ? ചിലപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോഴും ആ കൊതി വരും, നമ്മുടെ ജഡം എഴുന്നേക്കും. ഇപ്പൊ അതിനെ ജയം എടുത്തോണം. അപ്പൊ എന്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ നാട്ടിൽ ഉണ്ടാക്കുന്നില്ല, നല്ല അടുപ്പത്ത് ഉണ്ടാക്കുക. യാക്കോബക്കാരുണ്ട്, അവർക്ക് വീട്ടിലെല്ലാ ഞായറാഴ്ചയും ഫുഡ് ബീഫൊക്കെ കാണും. അപ്പൊ മമ്മി ഇങ്ങനെ കപ്പ കഴിക്കണോന്ന് പറഞ്ഞു. മമ്മി ഫാസ്റ്റിംഗ് ആ, ഞായറാഴ്ചയാ. മമ്മി അന്ന് ആരാധനയ്ക്ക് വിടത്തില്ല, ഉപവാസത്തിൽ ഇരിക്കുക മമ്മി. ഇപ്പൊ രാവിലെ തൊട്ട് മമ്മി ഉച്ച വരെ ഫാസ്റ്റിംഗ്. അപ്പൊ ഉച്ചയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ബീഫ് തിളയ്ക്കുന്ന മണം മൂക്കിനകത്തോട്ട് അടിച്ച് കയറുക. മനസ്സിലായി? അപ്പൊ മമ്മിക്ക് മനസ്സിലായി ബീഫ് റെഡിയായി. പെട്ടെന്ന് പ്രാർത്ഥനയുടെ സ്പീഡ് കൂടാൻ തുടങ്ങി. എന്നുവെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് വേണ്ട ഉപവാസം നിർത്താൻ. പ്രാർത്ഥനയുടെ സ്പീഡ് കൂടാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ സ്പീഡ് കൂടി 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 വന്നിട്ട്, കർത്താവേ അങ്ങേക്ക് എന്റെ അവസ്ഥ അറിയാലോ, ഈശ്വരന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് അടുക്കളയിലോട്ട് ഓടാൻ പോകുകയും പരിശുദ്ധാത്മാ മമ്മിയോട് ചോദിച്ചു, പൊന്നമ്മേ ജഡത്തെ ജയിക്കാൻ നിനക്ക് പറ്റത്തില്ലേ എന്ന് ചോദിച്ചു. മനസ്സിലാകുന്നൊരു ഉപവാസമാണ്, നീ എന്റെ കൂടെ. ശരിക്കും ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് ആ സെക്കൻഡ് തൊട്ട് നമ്മുടെ കൂടെ. കർത്താവെ നാളെ തൊട്ട് ഞാൻ ഉപവാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നമ്മൾ ഇന്ന് ഇതിനെയൊക്കെ മതാചാരമാക്കി, ബന്ധുക്കോസാരുടെ ആചാരത്തിൽ ഒരു ആചാരമായി മാറി. മാസത്തിൽ ഒരിക്കലും ഒരു ഉപവാസ പ്രാർത്ഥന. പകുതി പേര് ഉപവാസത്തോടെ അല്ല ചർച്ച വരുന്നത്, സത്യസന്ധമായിട്ട് ഞാൻ പറയുക. എല്ലാവർക്കും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇത് കൂടത്തേ ഉള്ളു കേട്ടോ. ജഡത്തെ ജയിക്കാത്ത എല്ലാവർക്കും ഇത് കൂടി വരത്തേ ഉള്ളൂ, തുറന്നു പറയുക. അപ്പം എന്നെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പാസ്റ്ററും ഭാര്യയും ഉപവാസമായിരിക്കും. അവരുടെ ജോലിയാണ് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടി ഉപവസിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മുടെ ജോലിയല്ല. അപ്പൊ നമ്മൾ ഉപവസിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, നമുക്ക് പല എക്സ്ക്യൂസ് ഉണ്ട്. ജോലി, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെയാണ്. ഇതുപോലെ തന്നെ മമ്മിയോട് ദൈവാത്മാ ചോദിക്കുന്നത്, എനിക്ക് ജഡത്തെ ജയിക്കാൻ പറ്റത്തില്ലേ? ഇപ്പോഴും മമ്മി ജഡത്തെ ജയിക്കണം. അപ്പൊ ജഡത്തിന് ബീഫിനോട് ഇഷ്ടമാണ്, ഈ ജഡത്തിന് കപ്പയോട് ഇഷ്ടമാണ്. പെട്ടെന്ന് ദൈവാത്മാ മമ്മിയോട് പറഞ്ഞു, ജഡത്തെ ജയിക്കാത്തവൻ എങ്ങനെയാ നിത്യതയെ വരുന്നത്? കാരണം വെളിപ്പാട് പുസ്തകം നിങ്ങൾ ശരിക്കും ഇരുന്ന് വായിച്ചാൽ ജയിക്കുന്നവന് എന്തിനെയൊക്കെ ജയിക്കണോ അവിടെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും 2ഉം 3ഉം അധ്യായം വായിക്കണം. ജയിക്കണം. ഏതിനെ ജയിക്കണം? ഇപ്പൊ ഞാൻ വായിപ്പിച്ച അതിനകത്ത് ലോകം, ജഡം, കൺമോഹത്തെ ജയിക്കണം, ജഡമോഹത്തെ ജയിക്കണം, ജീവനത്തിന്റെ പ്രതാപത്തെ ജയിക്കണം, ദുഷ്ടനെ ജയിക്കണം. പെട്ടെന്ന് മമ്മി റൂമിനകത്തോട്ട് തന്നെ തിരിച്ചു കയറിയിട്ട് മമ്മി പ്രാർത്ഥിക്കുന്ന മുറിയുടെ അവിടെ വലിയൊരു അലമാരിയുണ്ട്, തടിയലമാരി. ആ തടിയലമാരിയുടെ കണ്ണാടിയിലോട്ട് നോക്കി മമ്മി അവിടെ നിൽക്കും. മമ്മിയോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അയ്യോ ജഡത്തെ ജയിക്കണമല്ലോ. മമ്മിയുടെ ജഡത്തെ തന്നെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് മമ്മി ഇങ്ങനെ പറഞ്ഞു, കണ്ണാടി നോക്കിട്ട്, പൊന്നമ്മേ ഇനി മേലാ നിന്നെ ഞാൻ ബീഫ് തീറ്റിക്കത്തില്ലെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് എന്റെ മമ്മി ബീഫ് കഴിക്കത്തില്ല. മനസ്സിലായോ? അതിന്റെ ഗുണം ഞാൻ പറയാം.
മമ്മി ആ ജയം ഏറ്റെടുത്തതിന് ശേഷം മമ്മി പറഞ്ഞു, അമ്മച്ചി എനിക്ക് സാധാ ചോറും തോരനും തന്നാൽ മതി എന്ന് പറഞ്ഞു. മമ്മി പോയി ചോറും മോരും തോരനും കഴിച്ചു. മമ്മി അന്നത്തെ ദിവസം ബീഫ് കൂട്ടില്ല. പിന്നെ അതിന് ശേഷം മമ്മി ബീഫ് കൂട്ടിയിട്ടില്ല. ഈ ജഡത്തെ നമ്മൾ ജയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം നമുക്ക് പൂർണ്ണ അധികാരം തരും ചിലതിന്റെ മേൽ. ഈ ജഡത്തെ ജയിക്കാതെയും കൺമോഹമുണ്ട്, ജഡമോഹമുണ്ട്, ജീവനത്തെ എന്ന് വെച്ചാൽ നമ്മൾ പിശാചിന്റെ അധികാരത്തിലാണ് നമ്മളപ്പൊ ജീവിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ ഇത് പരിശുദ്ധാത്മാവ് എന്നെ ഇതിന്റെ മർമ്മങ്ങൾ പഠിപ്പിച്ചു. അടുത്തൊരു കാര്യം, കൂടുതലും ഞാൻ ഈ മീറ്റിംഗിൽ കാണുന്ന ലേഡീസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾക്ക് ഏറ്റവും വലിയത് നമ്മുടെ അമ്മച്ചി തോറ്റ ഭാഗങ്ങൾ ഇത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, അത് നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട് ഇപ്പൊ. എന്തായി കൺമോഹം? ഹവ്വ കണ്ടു, പഴം കണ്ടു, അത് കാണാൻ ഭംഗിയുള്ളതെന്ന് കണ്ടു. ആരാ കണ്ടത്? ഹവ്വ അന്ന് തൊട്ട് ഇതിന്റെ ചോട്ട് നിൽക്കുക. അപ്പൊ ഹവ്വായിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതിനെ ഹവ്വായിക്ക് വേണമായിരുന്നു. പക്ഷെ ഹവ്വ അതിനൊരു തരം നോക്കിയിരുന്നപ്പോഴാണ് പറ്റിയൊരു സർക്കംസ്റ്റാൻസ് വന്നത്. അതിൽ എന്ത് ചെയ്തു? വീണുപോയി. കണ്ടു, മോഹിച്ചു. 2, ജഡമോഹം. നിങ്ങൾ ഇത് കഴിക്കണം, അപ്പൊ കഴിക്കാനുള്ള മോഹം ജനിച്ചു. 3, നിങ്ങൾ ഇത് കഴിച്ച ദൈവത്തെ പോലെ ആകും. ജീവനത്തിന്റെ പ്രതാപം. ഇതുവരെ ഉള്ളതിൽ സന്തോഷമല്ല, എനിക്ക് വേറെ എന്തോ ആകണം. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വീണു. എന്താ നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയാമോ? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിൽ വീണുപോയ ദൈവ പൈതലെ സംഭവിക്കുന്ന നിത്യത നഷ്ടമാകും. അവർക്ക് ഒരുക്കി വെച്ച പറുദീസ അവർക്ക് നഷ്ടമായത്. ഇതിനെ നിസ്സാരമായിട്ട് എടുക്കരുത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ദൈവമക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം, ഉപവസിക്കാൻ ദൈവം നിയോഗം തരുമ്പോ പോലും ദൈവമാ പറയുന്നത് ഉപവസിക്കാൻ. ദൈവം നിയോഗം തരുക ഉപവസിക്കാൻ. നമ്മൾ ദൈവത്തെ പഠിപ്പിക്കും. അയ്യോ ദൈവമേ, എനിക്ക് ഉപവസിക്കാൻ പറ്റത്തില്ല, ഡോക്ടർ പറഞ്ഞു ബ്ലഡ് പ്രഷർ ഡൗൺ ആകുന്നു. അയ്യോ ഡോക്ടർ പറഞ്ഞു ഷുഗർ ഉണ്ടെന്ന്. ഡോക്ടർ പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ടെന്ന്. അപ്പൊ ആരെയാ പഠിപ്പിക്കുന്നറിയോ? എന്റെയും നിന്റെയും ശരീരത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പഠിപ്പിക്കുക. അയ്യോ എനിക്ക് ഷുഗർ ഉണ്ടേ, എനിക്ക് പ്രഷർ ഉണ്ടേ, ദൈവം പറയുന്ന എനിക്ക് അനുസരിക്കാൻ പറ്റുന്നത്. ദൈവം പറയുക, എന്റെ കൈ നിനക്കെങ്ങനെ അനുകൂലമായി വരുന്നത്? അനുസരിക്കുക എന്ന് പറയുന്നത് ബൈബിളിൽ യാഗത്തെക്കാൾ വിലപ്പെട്ടതാ. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ നല്ലതാ. ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. എന്റെ മമ്മി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ജഡത്തെ ജയിക്കണം. കൺമോഹം നമ്മളിലൊക്കെ വരാം. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഞാൻ നഴ്സിംഗ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അമേരിക്കയിലോട്ട് പോകുന്ന സമയം, ആ ടൈമിൽ ഞാൻ ഒരാളുടെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു ടോപ്പ് കണ്ടു, ഒരു സാധാ ഒരു കോട്ടൺ ടോപ്പ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ടോപ്പ്. അപ്പൊ ഞാൻ ഇങ്ങനെ പുള്ളിക്കാരോട് ചെയ്ത് എവിടെ നിന്ന് മേടിച്ചത്, എനിക്ക് വേണം. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഈ ടോപ്പ് എന്റെ കണ്ണിന് മുമ്പിൽ വരും. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഈ ടോപ്പ് മുമ്പിൽ നിൽക്കുക, പ്രാർത്ഥനയുടെ കോൺസെൻട്രേഷൻ കിട്ടുക. അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ടോപ്പ് കൈ കിട്ടിയാലേ എനിക്ക് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ കിടക്കുക. അന്ന് ഓൺലൈനൊന്നും ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊച്ചിനോട് പറഞ്ഞു, ചേച്ചി ഇത് ഓൺലൈനിൽ കിട്ടുമല്ലോ. ഞാൻ ഓൺലൈൻ മേടിക്കാൻ പറ്റുമോ? അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഓൺലൈനിലുണ്ടെന്ന് ഇന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തു, ടോപ്പ് ഓർഡർ ചെയ്തു. വന്നപ്പോ എന്റെ ടോപ്പിന്റെ നടുക്കൂന്ന് ഇങ്ങനെ കീറി കിടക്കുക. പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക്. പിന്നെ ആ ടോപ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാൻ ഒരു ദിവസം രാത്രി പ്രാർത്ഥിക്കായിരുന്നപ്പോ പരിശുദ്ധാത്മാവിനോട് പറയാം, നീ ടോപ്പ് ഇപ്പൊ ഒരാളുടെ ടോപ്പ് കണ്ടു, നമുക്ക് മോഹിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആ മോഹം നിന്നിൽ വരുത്തിയത് എന്നാണെന്നറിയോ? അത് കിട്ടുന്നിടം വരെ നിന്റെ ജഡം അതിനു വേണ്ടി എടുത്ത പ്രയത്നം. ഞാൻ സ്ട്രെസ് ഔട്ട് ആകും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇപ്പൊ നമുക്കൊരു സാരിയോ ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണോ നമ്മൾ കണ്ടു, അതിനുവേണ്ടി നമ്മൾ പൈസാസോ നമ്മൾ ഓവർ ടൈം ചെയ്യണോ? ഞാൻ ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് വേണേലും നമ്മൾ അതിനുവേണ്ടി ചെയ്യും. ഈ ഒരു ഏർജൻസി ദൈവം ചോദിക്കുക, ദൈവിക കാര്യങ്ങളെ കാണിക്കാറുണ്ടോ? വചനം വായിക്കാനുണ്ടോ ഈ മോഹം? ദൈവസന്നിധിയിൽ ഇരിക്കാൻ മോഹമുണ്ടോ? ഇത് കർത്താവ് നമ്മളോട് ചോദിക്കുമ്പോൾ ശരിക്കും നമ്മളെ കീഴ്പ്പെടുത്തുക. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചിലര് എന്നോട് പറയും, സിസ്റ്റർ ഇതൊക്കെ പണ്ടത്തെ പെന്തക്കോസിന്റെ പഠിപ്പീരാണ്. അല്ല, ഇത് വചനത്തിന്റെ പഠിപ്പീരാ. മനസ്സിലാവുന്നുണ്ടോ? ഇത് പെന്തക്കോസിന്റെ ഓൾഡ് ഫാഷനോ ന്യൂ ഫാഷനോ ഒന്നും. ഞാൻ ഫാഷനെ കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത്, ഞാൻ വചനമാ പറയുന്നത്.
വചനത്തിന്റെ അകത്ത് എഴുതിയേക്കാ, ലോകം ജഡം പിശാചിനെ ജയിക്കുന്നില്ലെങ്കിൽ നിത്യത അവകാശമാക്കാൻ പറ്റത്തില്ല. തോറ്റവരാ പിന്നെ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് ഭയാനകമായ ഒരു കാര്യമാണ്. അടുത്തൊരു വിഷയം, ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ പിശാചിനോട് ഞാൻ പോകാൻ പറയും. പിശാചി പോകുന്നത് എപ്പോഴാ? അവന്റെ ഒന്നും എൻ്റെ ഇല്ലാത്തപ്പോഴാ, അല്ലേ? ആണോ അല്ലയോ? ഞാൻ പെട്ടെന്ന് ഒരു കഥ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ മെസ്സേജ് മൊത്തം നിങ്ങൾ മറന്നാലും ഈ കഥ നിങ്ങൾ മറക്കരുത്. ഇതൊരു കഥയാ കേട്ടോ. പലർക്കും പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നറിയോ? പിശാചിനോട് എതിർക്കാൻ പിശാചെന്ന് പറയും. പിശാച് പറയും, അയ്യോ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, എന്റെ എന്തൊക്കെ കാര്യമാണ് നിന്റെ കയ്യിലുള്ളത്, ഞാൻ എങ്ങനെയാ നിന്റെ ശത്രു ആവുന്നത്? ഒരിക്കലും ഞാൻ നിന്റെ ശത്രു, നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറയും. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കലും ദേവദാസൻ പറഞ്ഞു കേട്ട കഥയാ ഞാൻ, അതിന്നും എന്റെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ, ഒരു ധനാഢ്യനായ മനുഷ്യൻ ഒരു വീട് ഉണ്ടാക്കുമായിരുന്നു. വീട് പണിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എന്നും രാവിലെ അദ്ദേഹം വീടിന്റെ പണി നോക്കാൻ വേണ്ടി വരുമ്പോൾ പണിക്കാരൊക്കെ ഉണ്ട്. ആ വീടിന്റെ വാതിൽക്കൽ ഒരു ഭിക്ഷക്കാരനെ കാണാനിടയായിട്ടുണ്ട്, ഒരു ഭിക്ഷക്കാരൻ. അപ്പൊ ഈ ധനാഢ്യനായ മനുഷ്യൻ നല്ല മനസ്സലിവുള്ള മനുഷ്യൻ, നല്ല മനുഷ്യനാണ്, നല്ല സ്വഭാവമുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ ഭിക്ഷക്കാരനോട് ഭയങ്കര ദയ തോന്നും. അപ്പൊ എന്നും പണിക്കാർക്ക് ഫുഡ് കൊടുക്കുന്നതോടെ പുള്ളി ഒരു പൊതി മനുഷ്യനും കൊടുക്കും. അങ്ങനെ ഇവര് തമ്മിൽ എന്തായി? നമ്മൾ പറയാം സൗഹൃദത്തിലായി. അങ്ങനെ പണിയൊക്കെ വീടിന്റെ കഴിഞ്ഞു, വീടിന്റെ കീറിപ്പാർക്ക വരിക. അപ്പൊ ഈ നല്ല മനുഷ്യൻ ഈ ഭിക്ഷക്കാരനെയും തന്റെ കീർത്താമസത്തിന് വിളിച്ചു. എല്ലാവരും വരുമ്പോ എന്ത് ചെയ്യും? ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വരുന്നത്. പക്ഷെ ഭിക്ഷക്കാരൻ എവിടെ ഗിഫ്റ്റ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവരും വരുന്ന ദിവസം വരത്തില്ല, അതെല്ലാം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ ഒരു ദിവസം ഒരു വൈകുന്നേരം ഈ ഭിക്ഷക്കാരൻ ഇദ്ദേഹത്തിന്റെ അടുക്ക വന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അന്ന് വന്നില്ലേ? വന്നായിരുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, പക്ഷെ അദ്ദേഹം അങ്ങ് തിരക്കായതുകൊണ്ടാണ് ഞാൻ കാണാൻ വരാൻ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ ഒരു കുഞ്ഞു സാധനം ഇദ്ദേഹത്തിന്, എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരാനൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ സൗഹൃദം, നിങ്ങൾ എന്നോട് കാണിച്ച ദയ, എന്നെ നിങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തുവാ? ധനാഢ്യനായ മനുഷ്യൻ ചോദിക്കാം. ഈ വീടിന്റെ ഉടമസ്ഥനോട് ആ ഭിക്ഷക്കാരൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ മറക്കാതിരിക്കാനും എനിക്ക് വലുതൊന്നും മേടിച്ചു തരാനുള്ള കഴിവില്ല. ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഈ ഒരു ആണി. എന്നിട്ട് അദ്ദേഹം ഒരു ആണി എടുത്തു കാണിച്ചു. എന്നിട്ട് പറയാം, ഈ ആണി നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒന്ന് അടിക്കണം, എന്റെ ഓർമ്മയ്ക്കായിട്ടാ. മനസ്സിലായോ? അയ്യോ, നമ്മൾ ആരെങ്കിലും വേണ്ടാന്ന് പറയോ? പാവം മനുഷ്യൻ അല്ലേ, നല്ല മനുഷ്യൻ. ധനാഢ്യനായ മനുഷ്യൻ പറഞ്ഞു, അയ്യോ ഇത്രേ ഉള്ളൂ, അതിനെന്താ, അടിക്കുന്നതിനെന്താ, എവിടെ അടിക്കണം? അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ സിറ്റ് ഔട്ടിന്റെ ഒരു കോർണർ, ഫ്രണ്ടിൽ തന്നെ സിറ്റ് ഔട്ടിന്റെ ഒരു കോർണർ, ഈ ഒരു സ്ഥലം നോക്കിയപ്പോ ഒരു കൊച്ചാണി. വെച്ചാൽ ആണിക്ക് വലിയ വലിപ്പമാണ്, ദൂരെ എന്താ കാണാവൂ? ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എപ്പോഴൊക്കെ ഈ സിറ്റ് ഔട്ടിൽ വരുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം, അത് മതി. ദൈവകൃപയാൽ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇങ്ങനത്തെ അനുഭവങ്ങളിൽ കൂടെ പോകുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതിന്റെ അർത്ഥം. ആണി അടിച്ചു. അദ്ദേഹം വൈകുന്നേരം ചായ കുടിച്ച് വീട്ടിൽ നിന്ന് പിരിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വഴി വരുമോന്ന് അറിയില്ല, ഞാൻ പോയി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഓടി വന്ന് ഈ ധനാഢ്യനായ മനുഷ്യനെ വിളിച്ചു വന്നിട്ട് പറയാം, ദൈവം ഒന്ന് എഴുന്നേറ്റേ, എന്തുവാ? നമ്മുടെ വീടിന്റെ അകത്തോട്ട് കയറാൻ വരാം, ഭയങ്കര സ്മെല്ലാ, എന്തുവാന്ന് അറിയത്തില്ല, നിങ്ങളൊന്ന് വന്ന് നോക്കിക്കേ. അദ്ദേഹം വീടിന്റെ അകത്ത് വന്ന് നോക്കി, എല്ലാ റൂമുകളിൽ ചെന്ന് നോക്കി, പക്ഷെ ഭയങ്കര മണം. അദ്ദേഹം ഡോറ് തുറന്ന് സിറ്റ് ഔട്ടിലോട്ട് ചെന്ന് കതക് തുറന്നു നോക്കിയും കാണുന്നത് ഈ ആണിയേല് ഒരു സഞ്ചി തൂക്കിയിട്ടേക്കുക. ഇദ്ദേഹം ചെന്ന് നോക്കിയപ്പോ ഈ സഞ്ചിക്കകത്ത് ഈ ഭിക്ഷക്കാരന്റെ എന്താ പറഞ്ഞ ദുർഗന്ധം വമിക്കുന്ന കുറെ ഭക്ഷണ സാധനങ്ങളും കുറച്ച് തുണികളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പം ഇദ്ദേഹം ഓടി ചെന്നൊരു കോലെടുത്ത് ഇതിനെ എടുക്കാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ അതാണ്ട് ഭിക്ഷക്കാരൻ വാതിൽക്ക് നിൽക്കുക. അയ്യോ സാറേ, അതെടുത്ത് കളയല്ലേ? ചോദിച്ചു, അതെന്താ? അയ്യോ അത് കളയരുത്, അത് എന്റെ സാധനങ്ങളാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കൾ എന്താ ഇങ്ങനെ ചെയ്തു വെച്ചത്? ഇതെന്റെ വീടല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് തങ്ങളുടെ വീടാ, പക്ഷെ എന്റെ ആണി ആരുടെയാ? എന്റെയാ. ഇത് തൂക്കിയിരിക്കുന്ന എന്റെ ആണിയേല. അങ്ങ് പെർമിഷൻ തന്നിട്ട് ഞാൻ ഈ ആണി അടിച്ചത്, അതുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറയാൻ അങ്ങക്ക് അനുവാദമില്ല. ഇത് മനസ്സിലായി കാണും. ഈ പലരും പിശാചിനോട് എതിർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിശാച്, എന്റെ കുഞ്ഞുങ്ങളോട് പോരാടുന്ന അന്ധകാര മണ്ഡലത്തെ പിശാച് ഫത്സിക്കുന്നു. പിശാച് ഇന്ന് പറയുക, ഇതേ നിങ്ങൾ പെർമിഷൻ തന്നാലേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത് എത്ര ദൈവമക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ തന്നെ ഓർക്കണം.
പിശാചിന്റെ പോരാട്ടം അടിക്കടി കുടുംബത്തിന് നേരെ, തലമുറയ്ക്കെതിരെ വരുന്നുണ്ടെങ്കിൽ പിശാചിന്റെ എന്തോ എവിടെയോ അവകാശമായി വീടിന്റെ ഉള്ളിലുണ്ട്. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ആണിയായിട്ടായിരിക്കില്ല നിങ്ങളുടെ ജീവിതങ്ങളിൽ, പക്ഷെ സ്വഭാവമായിട്ട് വരാം. പിശാചിന്റെ സ്വഭാവങ്ങൾ ഇത് നമ്മുടെ ഉള്ളിൽ വന്നാൽ, പിശാചിന്റേതാണെന്ന് നമുക്ക് തോന്നുന്നത് ഇത് പിശാചിന്റെ സ്വഭാവമാണ്, ഇത് പിശാചിന് അവകാശം പറയുന്നതാ. വീടിന്റെ ഉള്ളിലോ നമ്മളിലോ ഇത് വന്നാൽ പിശാചിനെ ആട്ടിയ പിശാച് പോകത്തില്ല. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ചില രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്തുമ്പോൾ ദൈവം ഇതൊന്ന് മുന്നറിയിപ്പായിട്ട് കാണിക്കുക. പിശാചിന് അവകാശം പറഞ്ഞ് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നീക്കി കളഞ്ഞാലേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ വായിച്ച വചനത്തിൽ പറയുന്ന വാക്ക് അടുത്തത് അതാ, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. എന്നിട്ട് പറയാം, പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഞാൻ ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ ആദ്യകാലങ്ങളൊക്കെ ഞാൻ പറയും, കർത്താവ് പാപികളോ, ഞങ്ങളെ പാപികളെന്നൊന്നും വിളിക്കല്ലേ, ഞങ്ങൾ പാപികളല്ല, ഞങ്ങൾ വിശുദ്ധന്മാരാ. പാപം ചെയ്യുന്നവനെ വചനം വിളിക്കുന്ന പേര് പാപിയും തന്നെയാണ്, വേറൊന്നുമില്ല. ആരെയാ പാപിന്ന് എപ്പോഴും വിളിക്കുന്നറിയോ? ദൈവം പലവട്ടം പാപമാണെന്ന് കുറ്റബോധം തന്നിട്ടും അത് പറഞ്ഞുപേക്ഷിക്കാത്തവനെ ആ പാപിന്ന് വിളിക്കുന്നത്. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ എനിക്കൊരു കാര്യം പാപമാണെന്ന് മനസ്സിലായി, ഞാനത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു. ഏറ്റു പറയുകയല്ല, ഉപേക്ഷിച്ചു. ആ വാക്ക് പഠിപ്പിക്കണം ഇന്നെല്ലാവരെയും. സിസ്റ്റർ, അതൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞാണ്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ചില കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചു, അതൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞു. ഞാൻ അപ്പൊ അടുത്ത് അപ്പൊ ഉപേക്ഷിച്ചില്ലേ? തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ദൈവത്തിന്റെ കരുണ ലഭിക്കും. അത് തന്നെ ഈ വചനം. പാപികളെ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കിന്ന് പറയുമ്പോ എന്തോ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ തലമുറ കേൾക്കണം കേട്ടോ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനം, യെശയ്യാവ് തൊട്ടുള്ള വചനങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം, വചനം എല്ലാം സ്പെസിഫിക്കാ. പലയിടങ്ങളിൽ ഞാൻ കാണുക, നിങ്ങളുടെ വിരലുകളെ ശുദ്ധീകരിപ്പിൻ, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ. അപ്പൊ ഞാൻ ഓർത്ത്, ഈ കൈവെടിപ്പാക്കുന്ന എന്തോ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ റെലവൻസിൽ ഈ കൈ ശുദ്ധീകരണത്തിന് ഭയങ്കര ഒരു എന്ത് പറഞ്ഞേ ഒരു അർത്ഥമുണ്ട്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന കൈകൊണ്ടാ. അറിയത്തില്ലായിരിക്കും എന്താന്നല്ലേ? പറയട്ടെ, ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടോ? സ്ക്രോൾ ചെയ്തും ടൈപ്പ് ചെയ്തും ഒക്കെ ചെയ്തു കൂട്ടുന്ന ഓരോന്നും ദൈവം പറയാ, കൈകളെ വെടിപ്പാക്കണം. കൈകളെ വെടിപ്പാക്കിയില്ലെങ്കിൽ കണ്ടതും തോണ്ടിയതും ടൈപ്പ് ചെയ്തതും ഒക്കെ മുകളിൽ ഇരിക്കുന്ന ഒരാൾ കണ്ടിട്ട് പറയാം, കൈകളെ വെടിപ്പാക്കണേ. വെടിപ്പാക്കിയില്ലെങ്കിൽ പിശാച് അവകാശം പറഞ്ഞ് അകത്തു വരും. അയ്യോ, ഞാനൊരു ടെക്സ്റ്റ് അയച്ചുള്ളൂ, അകത്തു കയറും അവൻ. പെർമിഷൻ കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ആണി അടിക്കാനുള്ള പെർമിഷൻ മതി. അത് തലമുറകളിലായിരിക്കാം, കുടുംബ ജീവിതത്തിലായിരിക്കാം, ആത്മീക ജീവിതത്തിൽ വരെ കോംപ്രമൈസ് ചെയ്തു കൊടുത്താൽ, അയ്യോ പാവം, ഒരാണി അല്ലേ, അല്ലെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, അയ്യോ ഇതൊന്നും കുഴപ്പമില്ല എന്നോർത്ത് കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഓർത്തോ ആണി അടിച്ചു വെച്ചേക്കുകയാ. ഇനി ബാക്കി അവൻ കൊണ്ട് തൂക്കാൻ തുടങ്ങും. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? ഇന്നത്തെ തലമുറ ശരിക്കും ഇത് സൂക്ഷിക്കണം മക്കളെ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണ് ഭയങ്കര ഡേഞ്ചറസ് ആ. നിങ്ങൾ എന്ത് ക്ലിക്ക് ചെയ്യുന്നോ കാണരുതെന്ന് ദൈവാത്മാവ് ഉള്ളി പറയുമ്പോഴും ജഡമോഹം, കൺമോഹം, ആദ്യം സംഭവിക്കുന്ന കണ്ണുകൊണ്ട് കാണും, അപ്പൊ പിന്നെ മോഹം വരും, പിന്നെ ഇത് ജഡത്തിന്റെ മോഹമായിരുന്നേക്കും. ദൈവാത്മാ ശക്തമായിട്ട് എന്നോട് ഇത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾക്ക് ഇമ്പമായതെല്ലാം നമുക്കുള്ളതല്ല. പിശാച് നമ്മുടെ ഓട്ടത്തെ തെറ്റിക്കാൻ ഈ കൺമോഹം, ജഡമോഹം ജീവനത്തിന്റെ പ്രതാപമായി ഏറ്റവും കൂടുതൽ പാപമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടിരുന്നത്. ഇങ്ങനെ വിരുദ്ധ തെറ്റിയ ഒരു വ്യക്തിയാണ് ഏശാവ്, ഇല്ലേ? ഓരോണിന് ജ്യേഷ്ഠാവകാശം അവൻ വിട്ടുകളഞ്ഞു. കണ്ടു, അവൻ പായസം കണ്ടു, 2 ജഡം അവനിൽ ആഗ്രഹിച്ചു. മനസ്സിലായെന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിശപ്പിന്റെ മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉപവാസമാ. പക്ഷെ ഒരു ബിരിയാണിയുടെ മുമ്പിൽ തീരാനുള്ള ഉപവാസം ഉള്ളെങ്കിൽ ദൈവം ചോദിക്കും, ഈ ജഡത്തെ ജയിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ പിശാചിനോട് എതിർത്തു നിൽക്കുന്നത്?
പിശാജ് അവിടെ ഇരുന്ന്, ഓ ദൈവമല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ് കേൾക്കുന്ന ഒരു വാക്ക് ഞാൻ പറയട്ടെ, ദൈവത്തിന് നമ്മുടെ അവസ്ഥ അറിയാം സിസ്റ്റർ എന്ന്. ഓ ദൈവത്തിന് നമ്മുടെ അവസ്ഥ അറിയാം. ദൈവത്തിന് അവസ്ഥ അല്ല, ദൈവത്തിന് വ്യവസ്ഥ ആദ്യം ഇമ്പോർട്ടന്റ്. ദൈവം വ്യവസ്ഥയുടെ ദൈവമാ, അവസ്ഥയുടെ ദൈവമല്ല. ഇന്ന് ആരുടെയെങ്കിലും ഉള്ളിൽ ദൈവം പാവ, ദൈവത്തിന് എന്നെ അറിയാം, ദൈവത്തിന് എന്റെ അവസ്ഥ അറിയാന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് എന്നോട് നിങ്ങളോട് തന്നെ പറയാൻ പറയുന്നത്, ദൈവം അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്നത്, വ്യവസ്ഥയിലാണ്. ബൈബിളിൽ വ്യവസ്ഥയിൽ ദൈവം ഇറങ്ങി വന്ന പല സാഹചര്യങ്ങളും. അതിലൊരു സാഹചര്യം ഞാൻ പറയാം. ഏലിയാവ് യാഗപീഠത്തിന് മുമ്പിൽ നിൽക്കുക, അപ്പറെ ഒരു ജനം ആർത്ത് വിളിക്കുക ബാലിനോട്, മഴയ്ക്ക് വേണ്ടി യാഗം കഴിക്കാൻ നിൽക്കുക രണ്ട് കൂട്ടര്. അവരാർത്ത് വിളിച്ച് അവര് യാഗം കഴിക്കുക. പക്ഷെ അവരുടെ പ്രിപ്പറേഷനും ഏലിയാവിന്റെ പ്രിപ്പറേഷനും തമ്മിൽ രണ്ടും രണ്ടാം. ഏലിയാവ് എന്താ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആദ്യം അവൻ എന്ത് ചെയ്തു? നില ഒരുക്കി. പിന്നെ എന്ത് ചെയ്തു? തോടുണ്ടാക്കി. എന്ത് ചെയ്തു? ചെതറിക്കിടന്ന കല്ല് കൂട്ടിക്കൊണ്ടുവന്നു. ചെതറിക്കിടന്ന കല്ലിനെ അവൻ ചേർത്ത് വെച്ചു. പിന്നെ എന്ത് ചെയ്തു? വിറകടുക്കി. പിന്നെ യാഗമൃഗത്തെ കിടത്തി. പിന്നെ എന്ത് ചെയ്തു? കുടത്തിനകത്ത് നമ്മൾ വെറുതെ വെള്ളം കോരിക്കൊണ്ട് വന്ന് ഈ തോട് മുഴുവൻ നിറച്ചു. ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് ദൂത് പറയുക, ഏലിയാവ് എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രിപ്പറേഷൻ അവൻ സമയമെടുത്തു. പ്രാർത്ഥന 2 മിനിറ്റിന്റെ പ്രാർത്ഥനയുള്ളായിരുന്നു. നമ്മൾ നേരെ തിരിച്ചാ. നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥനയാ. കർത്താവേ എന്റെ അവസ്ഥ, കർത്താവേ എന്റെ അവസ്ഥ, കർത്താവേ എന്റെ അവസ്ഥ. കർത്താവ് പറയാ, വ്യവസ്ഥ എന്തിയേ? എങ്ങനെയെങ്കിലും ഏലിയാവെ അങ്ങ് യാഗം കഴിച്ചാൽ പോരെ. ഏലിയാ പറയും, പറ്റത്തില്ല. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ മഴയില്ലാത്തടത്ത് ഈ തോട് മുഴുവൻ നിറയ്ക്കാനുള്ള വെള്ളം എവിടുന്ന് ഏലിയാവിന് കിട്ടിയത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ എവിടുന്നാന്ന്? വെള്ളമില്ല, മഴയില്ല, എവിടെ പോയി വെള്ളം കൊണ്ടുവന്നു? എത്ര പേര് എവിടെയൊക്കെ പോയി ആയിരിക്കും ആ തോട് നിറയ്ക്കാനുള്ള വെള്ളം കൊണ്ടുവന്നത്. അപ്പൊ ഏലിയാവിനറിയാം, കർത്താവ് ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇന്നത്തെ ആരാധന നേരത്തെ 2 മണിക്കൂർ പറഞ്ഞത്, ഇത് 1 മണിക്കൂറേ ഉള്ളത്, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണേ. ദൈവം ആരാ? ദൈവമക്കളെ, നിങ്ങളുടെ ബോസിന്റെ അടുക്ക നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് പറയുവോ? ലേറ്റ് ആയാല് പറയുവോ? പറഞ്ഞ വിവരം അറിയും. മനസ്സിലാവുന്നുണ്ടോ? ജോലിയിൽ വിവരം അറിയും. പക്ഷെ എത്ര ക്ഷീണമാണേലും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകത്തില്ലേ? തല പോക്കാൻ വയ്യെങ്കിലും എഴഞ്ഞു ജോലിക്ക് പോകുമോ? ദൈവാത്മാവ് ശക്തമായിട്ട് ചിലരെ വിവേചിച്ചിട്ട് പറയാ, ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞെന്നൊരു കുറവ് പറയാനുണ്ട്. ദൈവത്തോട് അവസ്ഥ പറയും, പക്ഷെ ജോലിയിൽ വ്യവസ്ഥയുള്ളത് കൊണ്ട് അത് തെറ്റിക്കുന്നില്ല. ജോലി കൈവിട്ട് പോകുമ്പോ ഓർത്തോ, ദൈവം പറയാ, നീ ജോലി എന്നെക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട്. ജോലി കിട്ടാൻ ഒരു കാലത്ത് പ്രാർത്ഥിച്ചതാ, ഒരു കാലത്ത് കരഞ്ഞതാ, ഉപവസിച്ചതാ. ദൈവം നന്മ തന്നു കഴിഞ്ഞപ്പോൾ നന്മ ദൈവത്തിനേക്കാൾ ഉപരി വെക്കാൻ തുടങ്ങി. അയ്യോ ജോലി, അയ്യോ ജോലി, എന്ത് പറഞ്ഞാലും ജോലി. ജോലിയിൽ അവസ്ഥ പറയാറില്ല, പക്ഷെ ദൈവസന്നിധിയിൽ എപ്പോഴും അവസ്ഥ പറഞ്ഞ് ദൈവത്തോട് കോംപ്രമൈസ് ചോദിക്കുമ്പോ ദൈവം ചോദിക്കുക, എന്നോടുള്ള ആദ്യ സ്നേഹം എവിടെ? ജോലിയിൽ കറക്റ്റ് സമയത്ത് ചെല്ലും. എത്ര ക്ഷീണമാണെങ്കിലും നമ്മൾ എഴുന്നേക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം ദൈവം ഇന്നൊന്ന് വീക്ഷിച്ചിട്ട് പറയുക, എനിക്ക് കീഴടങ്ങ്, ഞാൻ ചെയ്യാം ബാക്കി യുദ്ധം. പക്ഷെ കുടുംബത്തിനകത്ത് കിടന്ന് കളിക്കുന്ന, നമ്മൾ പറയത്തില്ലേ, ശോധനകളും പ്രയാസങ്ങളും കഷ്ടതകളും കാണും. എന്താ കർത്താവെ അങ്ങ് അനങ്ങാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ദൈവം പറയാ, മോളെ എനിക്ക് അടങ്ങണമെങ്കിൽ ആദ്യം നീ ഞാൻ പറഞ്ഞ വ്യവസ്ഥയിലേക്ക് മടങ്ങി വാ. ഇവിടെ പറയുന്ന വാക്ക് കേട്ടോ, കൈകളെ വെടിപ്പാക്കണം. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. എന്താ ഇരുമനസ്? ലോകവും വേണം, ദൈവവും വേണം. ദൈവം പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ ദൈവമക്കളായി തന്നെ ജീവിക്കും. കോംപ്രമൈസ് ഇല്ല അതിനിടയ്ക്ക്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണ്. എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് ഇത് പറയുന്നു. ചിലത് കണ്ണിന്റെ മുമ്പിൽ മോഹമായിട്ട് വരുമ്പോൾ അത് വേണ്ട എന്ന് നിന്റെ ജഡത്തോട് നീ പറയണം. എന്റെ ജീവിതത്തിൽ ഉപവാസം ഒരു വലിയ ഫൈറ്റ് ആയിരുന്നു. എസ്പെഷ്യലി നിങ്ങൾ യൂട്യൂബിൽ കേട്ട് കാണാം, എന്നാലും ഞാൻ പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയാം കേൾക്കാത്തവർക്ക് വേണ്ടി. എന്റെ 3ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കും. വാക്തത്തെ കുഞ്ഞാവൻ. 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത അസ്വസ്ഥതകളാണ്. ബാക്കി 2 പ്രഗ്നൻസി കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഈ 3ാമത്തെ കുഞ്ഞ്, ദൈവം പറഞ്ഞിട്ട് ഉരുവായ തലമുറ,
ഉദരത്തി വന്ന സമയം തൊട്ട് എന്റെ ജീവിതത്തിൽ കഷ്ടത തുടങ്ങി. കർത്താവ് പറയാം, നീ ചിലതിനെ ജയിക്കണം, പിടിച്ചടക്കണം. പക്ഷെ എനിക്ക് ആ ശക്തിയില്ല മാനുഷികമായി നോക്കിയ. പക്ഷെ കർത്താവ് എന്നോട് ഒറ്റ കാര്യം പറയും, ഇന്ന് പറഞ്ഞിട്ട് ദൈവാത്മ പറഞ്ഞു, ദൂതം, ഈ തലമുറ നിനക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാതെ കിട്ടത്തില്ലെന്ന് പറയും. അതായത് പിടിച്ച് മേടിക്കേണ്ടതാ. എന്നുവെച്ചാൽ ചിലതുണ്ട് ദൈവം പറയും, നീ എന്തോ പറഞ്ഞ പിടിച്ചടക്കാന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ എരികോയും നമ്മൾ ഹായിപ്പട്ടണമൊക്കെ കർത്താവിന് അവരെ അങ്ങ് നശിപ്പിച്ചിട്ടുണ്ട്. അല്ല, നീ ചിലത് ചെയ്യണം. യുദ്ധം ചെയ്യാൻ പറഞ്ഞ് യുദ്ധം ചെയ്യണം. എതിർത്ത് നിൽക്കാൻ പറഞ്ഞ എതിർത്ത് നിൽക്കണം. ഭയങ്കര ഒരു എന്താ പറയാ ഫൈറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രഗ്നൻസിയിലും. പക്ഷെ കർത്താവ് അനുവദിച്ചതാണ്. ദൈവം എന്നോട് നേരത്തെ സംസാരിച്ചായിരുന്നു, ഞാൻ നിനക്ക് ഈ കഷ്ടത അനുവദിക്കുക. ഞാൻ പറഞ്ഞു ഓക്കെ അപ്പ, പക്ഷെ കഷ്ടത ഇപ്പോൾ കൃപ തരണം. 4 മാസം കഴിഞ്ഞു 5 മാസത്തിലോട് കയറുന്ന സമയം ഞാനൊരു ദൈവശബ്ദം കേൾക്കാം, നീ ഇന്ന് തൊട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഇതെപ്പോഴാ കേൾക്കുന്നറിയോ? എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ. 1, എനിക്ക് ഇൻഷുറൻസ് ഇല്ല. 2, എന്റെ ലോ ബ്ലഡ് പ്രഷറാണ്. 3, ലോ ബ്ലഡ് ഷുഗർ. ഞാൻ അതുവരെ ഇൻഷുറൻസിന്റെ പ്രോബ്ലം ഉള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ടില്ല, ചെക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷുറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് തലമുറ ഫൈറ്റാ, ഭയങ്കര ഫൈറ്റാ. പക്ഷെ എനിക്ക് തന്നൊരു വാക്തത്വമുണ്ട്. ഇതൊരു വാക്തത്വ തലമുറ. നിന്റെ കൈ നീ പ്രാപിച്ചെടുക്കണമെന്നാ പറഞ്ഞു. കയ്യിലോട്ട് തരൂന്നല്ല, നീ പ്രാപിച്ചെടുക്കണം. ഹന്ന പ്രാപിച്ചെടുത്ത പോലെ, ചോദിച്ചു മേടിച്ചതുപോലെ. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ പ്രഗ്നൻസ് ആയിരിക്കും, നമുക്ക് ഏറ്റവും കൂടുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലകറക്കം, ക്ഷീണം. രാത്രി 9 മണിക്ക് ഫുഡ് കഴിച്ച പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിയാകാതെ ഞാൻ ഫുഡ് കഴിക്കത്തില്ല. എത്ര മണിക്കൂറാന്ന് ഓർത്ത് വയറ്റിലോട്ടൊന്നും ചെല്ലുന്നില്ല. ആദ്യത്തെ ദിവസം ഞാൻ ഉപവാസം ഡിക്ലെയർ ചെയ്ത് എന്റെ ഹസ്ബൻഡോട് പറഞ്ഞ നാളെ തൊട്ട് ഞാൻ ഉപവാസം ഉച്ചവരെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി, പിശാചും, ഞാൻ പറഞ്ഞില്ലേ, പിശാചും വാക്തത്വമായിട്ടുള്ള പോരാട്ടം നടക്കുക. അത് ഞാൻ ലിറ്ററലി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത എന്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പറയുന്നത്. പോരാട്ടം ഇല്ലെന്നൊന്നും പറയരുത് കേട്ടോ, പോരാട്ടം ഉണ്ട്. അത് ബൈബിള് തന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് പോരാട്ടം ഉണ്ട്. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഞാൻ രാവിലെ എഴുന്നേറ്റ് തലകറക്കം വരുന്നു, തലകറങ്ങി ഞാൻ വീഴാൻ പോകുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഓടി വന്ന് എന്നെ പിടിച്ചിരുത്തി. എന്റെ കൈയൊക്കെ കുഴഞ്ഞു പോയി, നാക്ക് കുഴഞ്ഞു. ഹസ്ബൻഡ് പെട്ടെന്ന് എന്റെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 50/40 ഉള്ളൂ. അച്ഛൻ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഈ ഹോസ്പിറ്റലിൽ പോകണം അച്ഛൻ പറയുന്ന സമയത്ത് എന്റെ പരിശുദ്ധാത്മ എന്നോട് പറയാം, പോകരുത്. അപ്പൊ പരിശുദ്ധാത്മാ പറയുന്ന അനുസരിക്കണമെന്നുണ്ട്, പക്ഷെ എന്റെ ജഡം തളർന്നു പോകുന്നതുകൊണ്ട് എനിക്ക് അച്ചാച്ചൻ പറയുന്ന അനുസരിക്കണമെന്നുമുണ്ട്. ജഡത്തിന് പ്രയോറിറ്റി കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അവിടെ ഒരു സ്പിരിച്വൽ വാർഫെയർ നടക്കുക. പെട്ടെന്ന് ഞാൻ ഒരു ശബ്ദം കേൾക്കുക, നീ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ, നീ ഈ ഫാസ്റ്റിംഗ് നിർത്തിയില്ലെങ്കിൽ നിന്റെ ഈ കുഞ്ഞ് പുറത്ത് വരത്തില്ല. എന്നുവെച്ചാ ജീവനോടെ പുറത്ത് വരത്തില്ല. നീ പ്രസംഗിക്കുന്നവളല്ലേ, നീ പാടുന്നവളല്ലേ, നീ അത് ചെയ്യുന്നവളല്ലേ, നിന്നെ നാട്ടുകാർ കല്ലെറിയും, നിന്നെ കളിയാക്കും, നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കും. ശരിയല്ലേ? മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ ചിന്തിക്കത്തില്ല. അപ്പൊ എനിക്ക് അതനുസരിക്കണമെന്നുണ്ട്. ആ ശബ്ദം ഭയങ്കര മുഴങ്ങിയ ശബ്ദമാണ്. എന്നാൽ മറുവശത്ത് ഞാൻ ഒരു ശബ്ദം കേൾക്കുക, അത് മൃദുവായ ശബ്ദമാണ്. അതിന് വലിയ ഇളക്കപ്പരിപ്പും ഇല്ല, പക്ഷെ അതൊരു മൃദുവായ ശബ്ദം. ആ മൃദുവായ ശബ്ദത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുക, ട്രസ്റ്റ് മീ, ഒബേ മീ. അത്രയേ ഉള്ളൂ, അധികം സംസാരമൊന്നും ഇല്ല. നീ എന്നെ വിശ്വസിക്കുക, എന്നിൽ മാത്രം നീ ആശ്രയിക്കും. ശരി, കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ കുഞ്ഞ് പുറത്തു വരുമെന്ന്. ഇതിലേതിനെ അനുസരിക്കണം? ചേട്ടൻ തളർന്നുപോയി. പക്ഷെ ഞാൻ പിശാചിനെ ജയിക്കാൻ കർത്താവ് തന്ന കൃപ എന്തായിരുന്നു ഞാൻ പറയാം. എന്റെ കൈ കുഴഞ്ഞിരിക്കും, നാക്ക് കുഴഞ്ഞിരിക്കുന്ന അച്ചാച്ചനോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു തരാൻ പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നു. അച്ചാച്ചനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും ആ വെള്ളത്തെ കഴിച്ച് പ്രാർത്ഥിച്ചു ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബലം ശരീരത്തിന് വരാൻ തുടങ്ങി. ആ കിട്ടിയ ബലം കളയാതെ കൈ ഇങ്ങനെ ഉയർത്തി, എനിക്ക് ഇന്ന് പറഞ്ഞു, സോഫാടെ പടിയിൽ ഇങ്ങനെ താങ്ങി വെച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന ശബ്ദം മൊത്തം എടുത്തിട്ട് ഞാൻ പറഞ്ഞു, പിശാചേ, നീ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുക. എന്റെ ദൈവമാണ് എന്നോട് ഉപവസിക്കാൻ പറഞ്ഞതെങ്കിൽ മരിച്ചു വീണാലും കുഴപ്പമില്ല, ഞാൻ ഉപവസിക്കും. എന്റെ ദൈവം എനിക്ക് കൃപ തരും, ഞാൻ ഈ ഉപവാസം പൂർത്തീകരിക്കും. ഞാൻ മിടുക്കനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. അവനെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നിന്റെ കോട്ടകളെ തകർക്കാനുള്ള അഭിഷേകത്തിൽ ഞാൻ അവനെ വളർത്തുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു തീരുകയും അത്യുന്നതന്റെ ശക്തി എന്റെ മേൽ വന്നിട്ട് ഞാൻ അന്യ ഭാഷയിൽ ഉറക്കി അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ ദൂതന്മാർ മുഴുവൻ ആ റൂമിൽ ഇറങ്ങി വന്നു. അത്രയ്ക്കൊരു ദൈവസാന്നിധ്യം എന്റെ ശരീരത്തിൽ വന്നു. ആ സമയം തൊട്ട് ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വസിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ മുഴുവൻ ദൈവത്തോട് സംസാരമായി. ദൈവം എന്നോട് പറഞ്ഞു, ഒരു മിനിസ്ട്രി ചെയ്യണം, നീ മുറിക്കുള്ളിൽ നിന്നെ തന്നെ ഒളിപ്പിക്കാൻ പറഞ്ഞു. അന്ന് തൊട്ട് ഒളിച്ചു വാർക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ പുറത്ത് ഫോൺ കോൾ എടുക്കത്തില്ല, മീറ്റിംഗ് ഒന്നുമില്ല, ഞാൻ റൂമിനകത്തിരുന്നു. 9ാം മാസം കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ എന്റെ ഡേറ്റ്, ഡെലിവറി ഡേറ്റിന്റെ ഒന്ന് പ്രസവിക്കുന്നതും ഉപവാസത്തോടുകൂടാ.
പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് പിശാച് പയറ്റുന്ന പയറ്റ്, ജഡത്തിൽ കൂടെ പയറ്റുന്ന പയറ്റ്, സ്വപ്നത്തിൽ കൂടെ കൊണ്ടുവരുന്ന ടെംപ്ടേഷൻസ്. പിശാച് ഓരോ ദിവസവും സ്വപ്നം കാണിച്ചിട്ട് എന്നോട് പറയാം, നിനക്ക് കിട്ടാൻ പോകുന്ന കുഞ്ഞ് ഈ കൈവെള്ളയിൽ ഒതുങ്ങുന്ന കുഞ്ഞായിരിക്കും, അസ്ഥിയും തൊലിയുമായിരിക്കും, വികൃതമായിരിക്കും. സ്വപ്നങ്ങൾ കാണിക്കുക. ഭയം വരുമ്പോഴെല്ലാം ഞാൻ എഴുന്നേറ്റ് എന്നോട് ദൈവം പറഞ്ഞു വാഗ്ദത്ത വചനം ഉറക്കെ പറയാൻ തുടങ്ങി. ഇല്ല, ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തു ഒരു ആൺതലമുറയെ തരുമെന്ന്. അവനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നില വളർത്തി. ഇതിങ്ങനെ ഉറക്കെ പ്രവചിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി പറയാം. ഞാൻ ഡെലിവറിക്ക് മാത്രമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. ഡെലിവറിയുടെ അന്നാണ് ഞാൻ ലേബർ പെയിനോടുകൂടെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത്. ചെന്നു. ജാനുവരി 20-ാം തീയതി രാവിലെ 10:30 അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. മാനുഷികമായി ചിന്തിച്ചാൽ ഫാസ്റ്റിംഗ് ഇരുന്നത് കൊണ്ടും നവംബറിൽ ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്കറിയാവുന്ന ഞാൻ എല്ലാവരോടും ഫാസ്റ്റിംഗ് പറഞ്ഞില്ല. എന്റെ മമ്മിക്കും കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ഇടയ്ക്കെങ്കിലും ഒക്കെ ഒരു കൺസേൺ വന്നു, കർത്താവ് എന്റെ കുഞ്ഞിന്റെ വെയിറ്റ് എത്രയായിരിക്കും, ഡോക്ടറെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒത്തിരി ശ്വാസമുട്ടലും ഒത്തിരി അസ്വസ്ഥതകളെ ഇതൊന്നും ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റിയൽ ഫൈറ്റ് ആയിരുന്നു. എന്നാൽ ഫാസ്റ്റിങ്ങോടുകൂടെ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആദ്യം എന്റെ അച്ഛനോട് ചോദിച്ചു, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്? ദൈവമക്കളെ, വചനത്തിന് ശക്തിയുണ്ട്. ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവം കൂടെ നിൽക്കുന്നു. അതിന്റെ തെളിവ് എന്റെ 3ാമത്തെ കുഞ്ഞ്. അല്ലെങ്കിൽ എന്റെ ആദ്യത്തെ 2 കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് ഡോക്ടേഴ്സ് ചെക്കപ്പോടുകൂടെ പ്രസവിച്ച കുഞ്ഞുങ്ങളെക്കാൾ അവന് വെയിറ്റ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, 3,890 ഉണ്ടായിരുന്നു ആ കുഞ്ഞ്. അവൻ ഇപ്പോഴും കണ്ട ബാക്കി 2 കുഞ്ഞുങ്ങളെക്കാളും തക്കുടും അവൻ. ഞാൻ എപ്പോഴും ഓർക്കും, അവൻ ഫുഡ് കഴിച്ചതിന്റെ കഴിവുകൊണ്ടല്ല, പക്ഷെ അവനെ കാണുമ്പോൾ ഓരോ നിമിഷവും ദൈവം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ, ജഡത്തെ ജയിച്ച്, ജഡത്തിന്റെ ഇച്ഛകളെ ജയിച്ച് നീ ദൈവം പറയുന്നതിന് കീഴ്പ്പെട്ട് കൊടുത്താൽ, ദൈവം പറയാം, നിനക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും നിനക്ക് വേണ്ടി ഞാൻ പോകും. പക്ഷെ ഇന്ന് പലപ്പോഴും ജഡത്തെ ജയിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളും കയറി വരുന്നത്. ചില സമയം നമ്മുടെ ജഡത്തിൽ വരുന്ന ശോധന നമുക്ക് ജഡത്തെ ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെസ്റ്റും കൂടാ കേട്ടോ. ടെസ്റ്റാ. ദൈവം ചോദിക്കാം, നിനക്ക് ചില ഇഷ്ടങ്ങളൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ ദൈവത്തിന് വേണ്ടി? നമ്മൾ വെറുതെ തന്നെത്താൻ ത്യജിച്ച് തന്നെ ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്നാ. ശരിക്കും നമ്മൾ നമ്മളെ തന്നെ ത്യജിച്ചിട്ടുണ്ടോ? ത്യജിച്ചിട്ടില്ല. നമ്മളെ തന്നെ ത്യജിച്ചാൽ ആദ്യത്തെ ലക്ഷണം ദൈവം ത്യജിക്കാൻ പറഞ്ഞതിനെല്ലാം നമ്മളും ത്യജിക്കും. അതിലിവിടെ പറഞ്ഞ ഓരോ വാക്കുണ്ട്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ താഴോട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ 4-ാം അധ്യായത്തിനകത്തും 5-ാം അധ്യായത്തിനകത്തും പറഞ്ഞിട്ടുണ്ട്. 3 തൊട്ടുണ്ട്. നാവിനെ സൂക്ഷിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. നമുക്ക് ജഡത്തിന്റെ പ്രവർത്തികൾ, ഞാൻ പെട്ടെന്നൊന്ന് അതൊന്ന് വായിച്ച് പെട്ടെന്നൊന്ന് പറയാം. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം കൂടെ പറയാം. എന്നാൽ ഈ 3-ാം അധ്യായത്തിനകത്ത് നിങ്ങളിൽ ജ്ഞാനിയും 13-ാം വാക്യം, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നിട്ട് പറയും, എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഭോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുണ്ട്. ആ വാക്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുണ്ട്. ദൈവമക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ദൂതുവാഹിയായി ദൂത് പറയാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടും ദൈവവചനത്തോട് നീതി പുലർത്തി ദൈവത്തിന്റെ സന്നിധിയിലുള്ള വിശ്വസ്തയോടുകൂടെ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനാ വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പെന്തുക്കോസ്ത് കുടുംബങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള കലക്കമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരേ ചർച്ചിൽ ഒരേ കാറിൽ നല്ല ഉടുപ്പും നല്ല സാരി ഇട്ട് ഇറങ്ങി വന്ന് അപ്പുറം ഇപ്പുറം ഇരുന്ന് ആരാധിക്കുമ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിന്റെ ഇടയിൽ പൊരുത്തമില്ല, സ്നേഹമില്ല, ശാഠ്യമാ, വഴക്ക. ഇതൊക്കെയായി ദൈവസന്നിധി വന്നിരുന്ന് വ്യവസ്ഥ ഇല്ലാത്ത ആരാധന കഴിക്കുമ്പം ദൈവം മേളിൽ ചോദിക്കുക, പിശാചിന് അവകാശമുള്ള ശാഠ്യം, കയ്പ് ഹൃദയങ്ങളിലുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമില്ല. എന്നാരെങ്കിലും ഒക്കെ ഈ ചോദ്യം ദൈവസന്നിധി ഇന്നും ചോദിച്ചിട്ടുണ്ടാവും. കർത്താവെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുകി പോയിട്ടുണ്ടോ? എന്റെ ഈ കഷ്ടത കാണാതെ വണ്ണം അങ്ങയുടെ ചെവി മന്ദമായിട്ടുണ്ടോ? എന്താ എനിക്ക് ഉത്തരം തരാത്തത്? ദൈവം പറയുക, യെശയ്യാ 59-ന്റെ 1-ാം വാക്യം മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അതിന്റെ ഉത്തരം 2-ാം വാക്യത്തിലുണ്ട്. അതറിയാമോ? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ വേർപിരിക്കുന്നത്.
ഞാൻ ഈ വാക്യത്തിന്റെ ഒക്കെ അർത്ഥം എന്നെ ദൈവം പ്രാക്ടിക്കലി കൂടിയാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ ചില സിറ്റുവേഷൻസിലാണ്. ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുക. ചില പറഞ്ഞ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ കർത്താവ് എന്നോട് പറയാം, ഞാൻ നിനക്ക് അതിന്റെ ഉത്തരം ഈ ദിവസങ്ങളിൽ കാണിച്ചു തരുമെന്ന് മാത്രം കേട്ടു. എങ്ങനെ കാണിച്ചു തരുമെന്ന് അറിയത്തില്ല. ഞാൻ ഉത്തരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ 5 വയസ്സുള്ള മോൻ പുറത്ത് കളിക്കുക. കളിച്ച് മണ്ണിലൊക്കെ കളിച്ച് ട്രക്കൊക്കെ ഓടിച്ച് കളിച്ച് ഓടി വരിക. ദേഹം മൊത്തം ചെളിയാ, കൈ രണ്ടും മറച്ച് മണ്ണ. ഓടി വന്നിട്ട് എന്നോട് ഇതാ പറഞ്ഞത്, മമ്മ എനിക്ക് വിശക്കുന്നു, പെട്ടെന്ന് എനിക്ക് ഫുഡ് താ. ഇപ്പൊ ഡിന്നർ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് തരാം. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ആപ്പിൾ എടുത്ത് കഴുകി അതിനെ മുറിച്ച് ഒരു പ്ലേറ്റിലാക്കി അവിടെ വെച്ചു. ഇവൻ ഓടി വന്നിട്ട് ആ പ്ലേറ്റിനകത്തോട്ട് കൈ ഇട്ടപ്പോ ഞാൻ പറഞ്ഞു, കഴിക്കാൻ പറ്റത്തില്ല, ആദ്യം പോയി കൈ കഴുകിയിട്ട് വരാൻ. അപ്പൊ ഇവൻ പറഞ്ഞു, മമ്മി എനിക്ക് വിശക്കുന്നു, ബാത്റൂം വരെ പോയി കൈ കഴുകിയിട്ട് വരാനുള്ള പേഷ്യൻസ് ഇല്ല. ഞാൻ പറഞ്ഞു, കൈ കഴുകി വരാതെ തരത്തില്ല. അപ്പൊ അവൻ പറയാം, പറ്റത്തില്ല, എനിക്ക് ഇപ്പൊ കഴിക്കണം. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ആപ്പിള് റെഡിയാ, കട്ട് ചെയ്ത് വെച്ചേക്ക, നിനക്കിപ്പൊ കിട്ടും, പക്ഷെ കൈ കഴുകാത്തോടത്തോളം ഇത് നിനക്ക് കിട്ടത്തില്ല. ഞാനിത് വാശി പിടിച്ച് നിൽക്കുക. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, ഓക്കെ. ഞാൻ നോക്കിയപ്പോ ഓടിപ്പോയി ബാത്റൂമിന്റെ അടുക്കലോട് ചെന്ന് ടാപ്പ് അങ്ങോട്ട് തുറന്നിട്ട് കൈ ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ എടുത്തു. നോക്കിയാൽ കയ്യെ വെള്ളമുണ്ട്. ഓടി വന്നിട്ട്, കണ്ടോ ഞാൻ കൈ കഴുകി. ഞാൻ പറഞ്ഞ, ആ കൈ കഴുകല്ല, ഡീപ്പ് ക്ലീനിങ് ആണ് വേണ്ടത്. കൈ ശരിക്കും കഴുകാൻ പറഞ്ഞു. കഴുകുന്നില്ല. പിന്നെ ഞാൻ പോയിരുന്ന് അവനോട് പറഞ്ഞ് കൈ വെച്ച് കഴിയിച്ചു. നഖത്തിന്റെ ഇടയ്ക്കൊക്കെ കാണുമല്ലോ, മണ്ണി കളിച്ച് കഴിയുമ്പോൾ അറിയാലോ. കഴിയിച്ചിട്ട് ഓടി വന്നു. അവൻ ആപ്പിൾ കഴിക്കാൻ വന്നു. അവൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കും. അവനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാം, നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരും. ഞാൻ ഷോക്കായി പോയി. കർത്താവ് പറയാ, നിന്റെ ഉത്തരം അക്സ എന്റെ കയ്യിൽ റെഡിയാ കേട്ടോ, പക്ഷെ അത് കയ്യിലോട്ട് തരണമെങ്കിൽ നിനക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ നന്മ കയ്യിലോട്ട് തന്നാൽ ദൈവത്തിന്റെ മഹത്വം കിട്ടത്തില്ല. കർത്താവ് പറയാ, നീ ആപ്പിൾ കൈ കഴുകാത്ത കുഞ്ഞിന് കൊടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ശരിയാ, വിശപ്പ് മാറും. ചിലർക്ക് അങ്ങനെയാ, അയ്യോ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് മറുപടി കിട്ടി, പക്ഷെ സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സിസ്റ്ററേ എത്ര നാള് പ്രാർത്ഥിച്ച് കിട്ടിയ ജോലിയാണെന്നറിയോ, പക്ഷെ ഒരു ദിവസം പോലും എനിക്ക് സ്വസ്ഥതയില്ല. എത്ര നാള് പ്രാർത്ഥിച്ച ഈ കല്യാണം നടന്നറിയോ, പക്ഷെ ഇതുവരെ സമാധാനം കിട്ടിയിട്ടില്ല. എത്ര നാള് പ്രാർത്ഥിച്ച ഈ കൃപ കിട്ടിയെന്നറിയോ, പക്ഷെ ഇതുവരെ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരോട് ദൈവാത്മാ പറയാ, എവിടെയോ എന്തൊക്കെയോ വെടിപ്പാക്കാൻ ഹൃദയത്തിനകത്ത് അടിഞ്ഞു കിടപ്പുണ്ട്. കർത്താവ് പറയാ, ശുദ്ധീകരിപ്പ. അതവിടെ പറഞ്ഞു, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുക. ദൈവമക്കളെ, ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവമക്കളോട് ഞാൻ ഇത് തന്നെയാ പറയുന്നത്. കാരണം കർത്താവ് എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ഓർക്കുന്നത് ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിശുദ്ധനാന്ന് ഓർത്ത് ചിരിക്കരുത് കേട്ടോ. ദൈവം ഹൃദയങ്ങളെയാ തൂക്കി നോക്കുന്നത്. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന പ്രസംഗ ഭാഗം എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായത്തിനകത്തൊരു വാക്യമാ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. ദൈവത്തിന് നമ്മൾ പുറമെ കാണിക്കുന്ന ബാഹ്യ പ്രകടനങ്ങൾ കണ്ട് മടുത്തു. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവസന്നിധി ഇരിക്കുമ്പോൾ കർത്താവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദമാണ്, മോളെ മടുത്തു ഈ ബാഹ്യപ്രകടനം കണ്ട്. എന്തുവാ ബാഹ്യപ്രകടനം? രാവിലെ എഴുന്നേക്കുന്നു, ചർച്ചിൽ പോകുന്നു, കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാം ഉണ്ട്, ഒരു മീറ്റിംഗ് പോലും മുടക്കുന്നില്ല. പക്ഷെ ഹൃദയത്തിന്റെ അന്തർഭാഗം നോക്കുന്ന കർത്താവ് പറയാ, ഇതൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് വിചാരിച്ചല്ല, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയാ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നമ്മൾ കർത്താവിന്റെ സന്നിധി വരുമ്പോൾ കർത്താവ് നോക്കുന്ന കർത്താവിന് ഇഷ്ടമുള്ള യാഗമായി നമ്മളെ സമർപ്പിക്കുന്നുണ്ടോന്നാ. പക്ഷെ കർത്താവിന് ഇഷ്ടമുള്ള യാഗമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിക്കണം, അപ്പാ എന്റെ ഞാൻ ചെയ്ത യാഗം അങ്ങക്ക് ഇഷ്ടമാണോ? എന്റെ ഇന്നത്തെ ആരാധന ഞാൻ തുറന്ന് ദൈവമക്കളോട് പറയാം. ഇവിടെ പറയുന്ന ഓരോ വാക്യങ്ങളും താഴോട്ട് വായിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തുക കേട്ടോ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവി, നിങ്ങളുടെ ചിരി, ഈ 4-ാം അധ്യായത്തിന് 9, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായി തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിന്റെ സന്നിധി താഴാൻ നമ്മൾ റെഡിയായി. കർത്താവ് നമ്മുടെ കുറവുകളാണ് നമുക്ക് ആദ്യം വെളിപ്പെടുത്തി തരുന്നത്. യേശുവിനെ നമ്മൾ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞാൽ, യേശുവിനെ നമ്മൾ കാണേണ്ടതുപോലെ കണ്ടാൽ എന്താ സംഭവിക്കുന്നറിയോ? നമ്മളിൽ അശുദ്ധി നമ്മൾ കാണാൻ തുടങ്ങും. നമ്മൾ നിരപ്പ് പ്രാപിക്കാൻ തുടങ്ങും. അടുത്ത വാക്യം പറയുന്നത്, സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ,
നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അന്തർഭാഗത്തിലെ സത്യം അറിയുന്ന ദൈവത്തിന് കീഴടങ്ങാൻ പറഞ്ഞ അതേ വചനത്തിൽ കർത്താവ് പിശാചിനോട് എതിർത്ത് നിൽക്കണം. അപ്പൊ പിശാചിന്റെ ആയുധങ്ങളാണ്, പിശാചിന്റെ വകയാണ്, ഇരുട്ടിന്റെ പ്രവൃത്തിയാണ് പക, പിണക്കം, ജാരശങ്ക, ദ്വന്ദ്വവശം, അസൂയ. നിങ്ങളെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ഏകദേശം 45 ഡിവൈസസ് ഉണ്ട്. ഈ 45 ഡിവൈസസിലുള്ള നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ പകയുണ്ടോ, പിണക്കമുണ്ടോ, ജാരശങ്കയുണ്ടോ. നിങ്ങൾ ആരെങ്കിലും പറയും, സിസ്റ്റർ എനിക്ക് ആരോടും പകയില്ല, എനിക്ക് ആരോടും പിണക്കമില്ല, ഞാൻ എല്ലാവരോടും സമാധാന വാചന ശുദ്ധീകരിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ആരെങ്കിലും സ്വന്തം ഭർത്താവിനോടോ അമ്മായിമ്മയോടോ കൂടപ്പറപ്പുകളോടോ മിണ്ടാതെ വർഷങ്ങളായി മിണ്ടത്തില്ല, ഫോൺ വിളിക്കത്തില്ല, സഹകരിക്കത്തില്ല, സഹോദരങ്ങളുടെ ഇടയിൽ ഐക്യതയില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുക. സഹോദരനെ പകയ്ക്കുന്ന ഏവനും കുലപാതകനാകുന്നു. ആ വാക്യം വായിച്ചിട്ടുണ്ടോ? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിനകത്ത്. ഇതൊക്കെ എന്നെ മാനസാന്തരപ്പെടുത്തിയ വാക്യങ്ങളാ. ഞാൻ അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് എല്ലാം ഓക്കെയാ, ഒരു കുഴപ്പമില്ലെന്നാ. പക്ഷെ പരിശുദ്ധാത്മാ ഒരു ദിവസം എന്നോട് പറയാ, അക്സ, സഹോദരനെ പകയ്ക്ക. ഇൻ ഇംഗ്ലീഷ് ബൈബിൾ ഇറ്റ്സ് റിട്ടൻ ദോസ് ഹു ഹേറ്റ് ഹിസ് ബ്രദർ. നിങ്ങൾ അറിയാതെങ്കിലും നിങ്ങളുടെ വാഗോണ്ട് പറയും, എനിക്ക് അവരെ ഇഷ്ടമല്ല. വീട്ടിലൊക്കെ പറഞ്ഞു കേൾക്കാമല്ലോ, ഓ എനിക്ക് ആ പുള്ളിക്കാരി ഇഷ്ടമല്ല, എനിക്ക് ആ ബ്രദറിനെ ഇഷ്ടമല്ല, എനിക്ക് ആ സ്റ്റാഫിനെ ഇഷ്ടമല്ല. നമ്മളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഉള്ളിൽ പകയുണ്ടോ? നിങ്ങൾ പറയില്ല പകയില്ലെന്ന് പറയും, പക്ഷെ പകയുണ്ടോ എന്ന് അറിയാൻ ഒറ്റ സിംറ്റം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും ദോഷം വന്നെന്ന് നിങ്ങൾക്കറിയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങൾക്ക് ആ വ്യക്തിയോട് പകയുണ്ടായിരുന്നു. ചില പറഞ്ഞില്ല, അവൻ അത് കിട്ടേണ്ടതായിരുന്നു, എന്നെ വേദനിപ്പിച്ചിട്ട് പോയ പോക്ക കിട്ടി. സന്തോഷിക്കുന്നുണ്ടോ ഓർത്തോ, ഉള്ളി പകയുള്ളവർക്ക് മറ്റുള്ളവരുടെ വീഴ്ച സന്തോഷം തോന്നത്തുള്ളൂ. പക്ഷെ നമ്മൾ പാടുന്ന ദൈവസ്നേഹം ഉണ്ടെന്നല്ലേ പറയുന്നത്. ശരിക്കും ദൈവസ്നേഹം നിങ്ങളിലുണ്ടോ? ദൈവാത്മാവ് ഈ ദിവസങ്ങൾ എന്നെ അയക്കുന്ന എല്ലാ സഭകളിലും ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നുണ്ട്. കാരണം എന്നെ ദൈവാത്മാവ് തിരുത്തി. എന്റെ ടെസ്റ്റിമണി കേട്ടവരാണ്. പിന്നെ ഒന്നും പറഞ്ഞാലും പറയാം, ഞാനൊരു പാസ്റ്ററുടെ മോളെ ജനിച്ചു വളർന്ന, ഒരു ചർച്ചിൽ വളർന്ന കുഞ്ഞാ. പക്ഷെ സഭാവിശ്വാസികളോട് ഒത്തിരി പേരോട് എനിക്ക് എന്റെ ഉള്ളിൽ പകയുണ്ടായിരുന്നു. ഞങ്ങളെ വേദനിപ്പിച്ചവരോട് പൊറുക്കാൻ പറ്റുന്നില്ല, പപ്പായെ കരയിച്ചവരോട് പൊറുക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ നന്മകൾക്ക് വേണ്ടി ദൈവസന്നിധി കരഞ്ഞപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ വാക്യങ്ങൾ ഇതൊക്കെ. കൈകളെ വെടിപ്പാക്ക, നിന്റെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് പക വെച്ചുകൊണ്ട് നീ എന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ല. അതറിയാമോ നിങ്ങൾക്ക്? നിന്റെ സഹോദരന് നിന്നോട് വല്ലതുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ആദ്യം പോയി നീ നിരപ്പ് പ്രാപിച്ചിട്ട് വരാനാണ് ദൈവവചനം പറയുന്നത്. പിന്നെ പറയാ, സഹോദരനോട് നീ ക്ഷമിച്ചാൽ നീ ക്ഷമിക്കുന്നത് പോലെ ഞാനും നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു. അപ്പം കൂടെയുള്ളവർക്ക് ക്ഷമ കൊടുക്കാതെ ആരെങ്കിലും ക്ഷമ കൊടുത്തവരെന്ത് ചെയ്യും? ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും. ചിലരുണ്ട് ക്ഷമിക്കുന്നു വാഗുകൊണ്ട് പറയും, പക്ഷെ മറക്കത്തില്ല. ഒരു വാക്കെങ്കിലും പറയും, എന്തുവാ, ഞാൻ ക്ഷമിച്ചു പക്ഷെ ഞാൻ മറക്കത്തില്ല. കർത്താവ് അങ്ങനെയുള്ളവരോട് ദൂത് പറയുക, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറഞ്ഞ കർത്താവ് എങ്ങനെ എന്നോട് ക്ഷമിച്ചത്? എന്റെ പാപങ്ങളെ മറച്ചു വെച്ചു, ഇല്ലേ? നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു? അവൻ കഴുകി സമുദ്രങ്ങളുടെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോയപ്പോ കർത്താവ് പഴയ പാപം പറഞ്ഞ് നിങ്ങളെ കുത്തി വേദനിപ്പിച്ചോ? ഓ ആണ്ടിരിക്കുന്നു, നുണ പറഞ്ഞ അക്സ പറയുന്നുണ്ടോ? ദാണ്ടി വരും. അപ്പൊ നമ്മൾ അതെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞു, ഞാനത് ഏറ്റു പറഞ്ഞ പാപമല്ലേ? അല്ല, ഞാനൊന്ന് ഓർപ്പിച്ചതാ. പറയാറുണ്ടോ? കർത്താവ് ഓരോ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോ മോളെ എന്ന് വിളിക്കുമ്പോ നമ്മുടെ വിചാരം, ഓ പഴയതൊക്കെ കർത്താവ് മറന്നു, നമുക്കിഷ്ടമല്ല നമ്മുടെ പാപം ആരും ഏറ്റു പറയുന്നത്, പഴയത് ക്ഷമിച്ചത്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ ഓർപ്പിക്കും. അത് ഭർത്താവിനെ ആവാം, അല്ലേ, അമ്മായിമ്മയാകാം, നാത്തുമാരെയൊക്കെ നമ്മൾ ഓർപ്പിക്കും. ആ ഞാൻ മറന്നു, അല്ല ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഞാൻ മറക്കത്തില്ല, ഒന്ന് ഓർപ്പിച്ചതാ. ദൈവം പറയാ, നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞാനും ക്ഷമിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ക്ഷമ കിട്ടിയെന്നോർത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ദൈവം പറയാ എന്റെ കൈ കൂടെ ഇല്ല. നമുക്ക് ഇന്നൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, എന്താ? എന്റെ പ്രാർത്ഥനയ്ക്ക് എല്ലാത്തിനും കർത്താവ് മറുപടി തരണം. മറുപടി വൈകുന്നവരോടും മറുപടി നാളുകളായി കിട്ടാത്തവരോടും കർത്താവ് എനിക്ക് തന്ന ദൂത് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. യെശയ്യാവ് 59:1-2 വാക്യങ്ങൾ. രക്ഷിപ്പാൻ കഴിയാത്തവൻ എന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവൻ എന്റെ ചെവി മന്ദമായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും എന്നെയും തമ്മിൽ വേർപിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഇന്ന് ഈ ദിവസങ്ങൾ ഏറ്റു പറയണം. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷ ഒരു ദൂതായിരിക്കില്ല ഇത്.
പക്ഷെ കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ പറയും. കുറവുകൾ തീർത്താൽ ദൈവത്തിന്റെ വിടുതൽ അപ്പം നടക്കും. ഏലിയാവ് വ്യവസ്ഥ പ്രകാരം ചെതറിക്കിടന്ന കല്ലുകൾ ചേർത്ത് വെച്ചെന്ന് വെച്ചാൽ ചെതറിക്കിടന്ന ബന്ധങ്ങൾ, നാളുകളായി വീട്ടിനകത്ത് മിണ്ടാത്ത രക്തബന്ധങ്ങളെ എനിക്കറിയാം. സ്വന്തം കൂടപ്പിറപ്പുകളോട് സ്നേഹമില്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. സ്വന്തം ചേട്ടനോട്, അനിയനോട്, നാത്തുവിനോട് മിണ്ടാത്തവരുണ്ട്. പക്ഷെ നമ്മൾ ദൈവസന്നിധി വരുന്ന കൊട്ടിപ്പാടുമ്പോ കർത്താവ് മേളിൽ നിന്നിട്ട് പറയും, മോളെ, ഇത് വ്യവസ്ഥ പ്രകാരമുള്ള ആരാധനയല്ല. നിന്റെ സ്വന്തം രക്തബന്ധങ്ങളെ നിങ്ങളെ തന്നെ മറക്കരുതെന്ന് യെശയ്യാവ് 58 അധ്യായത്തിൽ പറയുന്നു. അതാണ് വ്യവസ്ഥയുള്ള ഉപവാസം. അല്ലാതെ എടുക്കുന്ന, വ്യവസ്ഥ ഇല്ലാതെ എടുക്കുന്ന ഉപവാസം ദൈവം വിളിക്കുന്ന പേര് പട്ടിണി എന്നാണ്. അപ്പം വ്യവസ്ഥ പ്രകാരം ഉപവസിക്കണം. 2, നമ്മൾ മാനസാന്തരപ്പെടേണ്ട നമ്മൾ മാനസാന്തരപ്പെടണം. കർത്താവ് പറയും, നിങ്ങളുടെ അകൃത്യങ്ങളെ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ഷണത്തിൽ വിടുതൽ തരും. യെശയ്യാവ് 58 പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്രമീകരണം പ്രാപിച്ചു വന്നാൽ താഴോട്ട് 1 തൊട്ട് 10 വരെ വ്യവസ്ഥയാണ്, 11 തൊട്ട് താഴോട്ട് അനുഗ്രഹങ്ങളാണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ. നമ്മൾ യെശയ്യാവിന്റെ 58 അധ്യായത്തിനകത്ത് നിങ്ങൾ എല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ വാക്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഇഷ്ടമാണ്. വരൾച്ചയുള്ള ദേശത്ത് നിനക്ക് നീരുറോൾ ഉണ്ടാവും, അതിന്റെ അടിയിലും അണ്ടർലൈൻ കാണും ഉറപ്പായിട്ട് നിങ്ങളുടെ ബൈബിളിൽ. നിന്നെ ആകാശത്തിൽ വാഹനമേറ്റും, അതിന്റെ അടിയിലും അണ്ടർലൈൻ ഉണ്ട്. ഇതെല്ലാം അണ്ടർലൈൻ ഉണ്ട്. കർത്താവ് പറയാ, നല്ല കാര്യം മക്കളെ, ഇതൊക്കെ കൈവച്ച് ആവേശത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പം പറയാ, ഇത് നടക്കണമെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? കർത്താവ് പറയാ, എനിക്കിഷ്ടമുള്ള നോമ്പോ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, ന്യായമല്ലാതെ ചെയ്യുന്നതെല്ലാം അഴിക്കണം, യുഗത്തിന്റെ അമിക്കരുകൾ എറിഞ്ഞു കളയുക, ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. എന്നിട്ട് പറയുക, ഇതെല്ലാം രക്തബന്ധങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക. സോ ഇംഗ്ലീഷ് ബൈബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ഇരിക്കുന്നത്, ഡു നോട്ട് ഹൈഡ് യുവർ സെൽഫ് ഫ്രം യുവർ ഓൺ ഫാമിലി, ഫ്രം യുവർ ഓൺ ബ്ലഡ് എന്നാ. പിന്നെ ഏറ്റവും കൂടുതൽ പകയുള്ളത് രക്തബന്ധങ്ങളോടാ, മാതാപിതാക്കളോടാ, സഹോദരങ്ങളോടാ. കർത്താവ് പറയും, ഇതൊക്കെ വെച്ചിട്ട് ദൈവസന്നിധി വന്നിരുന്ന് ഉപവസിക്കുന്ന ഉപവാസത്തെ ദൈവം വിളിക്കുന്ന പട്ടിണി. പിന്നെ സിസ്റ്റർ, അപ്പൊ എന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി കിട്ടിയതോ? ഞാനിത് ദൈവത്തോട് ചോദിച്ച കാര്യമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ദുഷ്ടനും നീതിമാനും ഒരുപോലെ മഴ കൊടുക്കും. അതുകൊണ്ട് ഞാൻ നിർത്തുക ഭാഗം. ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടുന്നത് വിശുദ്ധിയുടെ ലക്ഷണമായി കാണല്ലേ കേട്ടോ. മറുപടി കിട്ടുന്നതും സ്വർഗത്തിൽ പോകുന്നതും രണ്ടും രണ്ടാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ബുദ്ധിയുള്ള 5 പേര്, ബുദ്ധിയില്ലാത്ത 5 പേർ. അവർ പാപം ചെയ്ത്, നമ്മൾ പറഞ്ഞ കന്യകമാരെന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ പാപമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവർക്ക് പറ്റിപ്പോയെന്നറിയോ? കിട്ടിയ സമയം, വെടിപ്പാക്കാൻ തന്ന സമയം, വാണിങ്ങുകൾ. ഓ, കർത്താവിന് നമ്മുടെ അവസ്ഥ അറിയാം, ഇനി സമയം ഉണ്ടെന്നേ. ഓ, കർത്താവിന് നമ്മുടെ അവസ്ഥ അറിയാം. മറ്റേ 5 പേര് ബുദ്ധി ഉണ്ടെന്ന് എന്താ വിളിച്ചെന്നറിയോ? അവർക്ക് വ്യവസ്ഥ അറിയാം. അതാണ് അതിന്റെ സത്യം. വ്യവസ്ഥ അറിഞ്ഞ് നിന്ന 5 പേരെ ദൈവം വിളിക്കുന്ന ബുദ്ധിയുള്ളവർ. വ്യവസ്ഥയല്ല, അവസ്ഥ പറഞ്ഞ് നടന്നവരെ വിളിച്ചത് ബുദ്ധിയില്ലാത്തവർ. അവര് ദൈവത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുക. എന്റെ അവസ്ഥ, ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറയും, എന്റെ സാഹചര്യം. പക്ഷെ ഈ സാഹചര്യവും ഈ അവസ്ഥയൊന്നും മറ്റു കാര്യങ്ങളിലൊന്നും ബാധകമല്ല. ഒൺലി ഓൺ ദ സ്പിരിച്വൽ ലൈഫ്. ആത്മിക മണ്ഡലത്തിൽ മാത്രമേ അവസ്ഥയുള്ളൂ, ബാക്കി എല്ലാ കാര്യവും ഓടി നടന്നു ചെയ്യും. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവാത്മാ എന്നോട് പറഞ്ഞോണ്ട് ഞാൻ പറയാം. എത്ര വയ്യെങ്കിലും കല്യാണം വന്നാ പോവും, എത്ര വയ്യെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുങ്ങി പോവും. പക്ഷെ ഒരു പനിക്കോള് സൈഡിൽ കൂടെ പോകുമ്പോൾ പറയും, ഒന്നും ആരാധനയ്ക്കില്ല കേട്ടോ. മനസ്സിലായോ? പക്ഷെ മാസ്ക് വെച്ചാണെങ്കിലും കല്യാണത്തിന് പോകും. ഇതൊക്കെ ഓർക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ കാണിക്കുന്ന ഓരോന്നും, ഇതിനൊക്കെ വിളിക്കുന്ന കർത്താവ് വിളിക്കുന്നവരെ കപടഭക്തി. യഥാർത്ഥ സ്നേഹം ഉള്ളിലുണ്ടോ എന്ന് കർത്താവിന് അതാ പറയുക, അന്തർഭാഗത്തിലെ സത്യം ഇച്ഛിക്കുന്ന ദൈവം എന്ന് പറയുക. ദൈവത്തിന് കീഴടങ്ങുവേ, പിശാചിനോട് എതിർത്ത് നിൽപ്പേ. പിശാചിൻ്റെതായത് എന്തെങ്കിലും നമ്മുടെ വീടിനകത്ത് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുണ്ട് ഇരുളിന്റെ പ്രവൃത്തിയുടെ ഫലം എന്തൊക്കെയാണ്. അതെന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഓർത്തോ, പിശാച് ആണിയടിച്ചു വെച്ചേക്കുക, ബാക്കിയെല്ലാം ആഡ് ഓൺ ചെയ്യും. ആകയാൽ ദിവസങ്ങളെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ നമ്മുടെ കൈകളെ വെടിപ്പാക്കാം, നമ്മുടെ ഇരു മനസ്സുകളെ മാറ്റി ദൈവസന്നിധി ശുദ്ധിയുള്ളവരായി ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെല്ലാം ദൈവം ഇടയാക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.